അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അടുത്ത ദിവസം വെള്ളിയാഴ്ചത്തേക്ക് വെക്കുന്നത് എന്തിനാ? ഈ വ്യാഴാഴ്ച തന്നെ കർത്താവിനെ ക്രൂശിക്കാൻ മേലെന്ന് ചോദിച്ചാൽ കൈ മലത്തുള്ളൂ പാവങ്ങൾ, ഒന്നും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. 15-20 കൊല്ലമൊക്കെയാണ് മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ പഠിക്കുന്നതെന്നാണ് പറഞ്ഞത്. 15-25 എത്ര കൊല്ലം പഠിച്ചെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും തുറന്നു വരുന്നില്ലല്ലോ. ഇന്നും ഡ്രാമകൾ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവനും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. പണ്ടുകാലത്ത് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷമൊക്കെ ആയിട്ട് മുൻപോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാഷ്ട്രീയക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്തൊരു ഇലക്ഷൻ വരികയാണല്ലോ. അപ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ പെട്ടിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് അവരും കൂടെ ഈസ്റ്റർ ആഘോഷത്തിലാണ്. അവർ പെസഹായും ആഘോഷിച്ചു, കുരുത്തോല പെരുന്നാളും ആഘോഷിച്ചു, എല്ലാം ആഘോഷിച്ചു. ഒന്നിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല. ഒന്നിൻ്റെ അർത്ഥം ആളുകൾക്ക് അറിയില്ല. അല്ല, നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾക്ക് അറിയില്ല ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ അർത്ഥവും വ്യാപ്തിയൊന്നും. പിന്നെ ഹൈന്ദവ സഹോദരങ്ങളെയും മറ്റിതര മതങ്ങളിൽപ്പെട്ടവരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ആളുകൾ ഈ വിഷയങ്ങളുടെ ആഴമൊന്നും പഠിക്കാനായിട്ട് പരിശ്രമിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ബൈബിളാണ് ഇരിക്കുന്നത്. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ വാക്യങ്ങളിലും ദൈവനിശ്വാസ്യതയുണ്ട്, അതിൽ ദൈവശബ്ദമുണ്ട്, ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണത്. അപ്പോൾ അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ആഴത്തിൽ പഠിക്കുകയും ഗ്രഹിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ ദൈവത്തിൻ്റെ നിവാസങ്ങൾ എന്ന വിഷയം പഠിച്ച മനുഷ്യരാണ്, അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ആ വിഷയങ്ങൾ ധ്യാനിച്ച് മുൻപോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലായ അനവധിയായ ഗൗരവതരമായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ധൈര്യത്തിലും പിൻബലത്തിലും ഒക്കെയാണ് നമ്മൾ വളരെ ശക്തിയുക്തം കാര്യങ്ങളെയൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ യെരുശലേം ദൈവാലയത്തെ ചുറ്റിപ്പറ്റിയും അല്ലെങ്കിൽ പുതിയ നിയമ ക്രിസ്ത്യാനിത്വവുമായി ബന്ധപ്പെട്ട് യെരുശലേമിലെ സഭ സ്ഥാപിതമായതും അന്ത്യോക്യയിലെ സഭ സ്ഥാപിതമായതും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ രീതികളും അതിനെ പിൻപറ്റുന്നവരും അതിനെ അവലംബിക്കുന്നവരുമായ ആളുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഒക്കെയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ പോയപ്പോഴാണ് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ നേരെ വരാനിടയായി. ആ ക്വസ്റ്റ്യനുകളെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് അതിനൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. അതിൻ്റെ കാരണം അത് ഒരാളുടെ ചോദ്യമല്ല. ചോദിച്ച സഹോദരങ്ങൾ അവരുടെ ഉള്ളിൽ വന്ന ആ ചിന്തയായിരിക്കും ചോദിക്കുന്നത്. അതേ ചിന്ത മറ്റനേകരുടെ ഉള്ളിലും ഉണ്ട്, അല്ലെങ്കിൽ മറ്റനേകരുടെ ഉള്ളിലും ആ ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരാം. ആ കാരണത്താൽ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ചരിത്രത്തിൽ അവിടെ കിടപ്പുണ്ട്. ഇനി ആരെങ്കിലും അന്വേഷിക്കുകയോ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കും അതിൽ നിന്ന് കൂടുതൽ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ അത്തരത്തിലാണ് മറുപടികൾ പറഞ്ഞത്. അതായത് നമ്മളോടുള്ള ചോദ്യങ്ങൾ അത് നമ്മുടെ യൂട്യൂബ് മെസ്സേജിൻ്റെ കമൻസിലും അല്ലാതെയും ഒക്കെ നമ്മളോട് ചോദ്യങ്ങളുമായിട്ട് പ്രിയപ്പെട്ടവർ വരും. യൂട്യൂബിലെ കമൻസിനൊക്കെ മറുപടി പറയാമെന്ന് വെച്ചാൽ അതിനൊക്കെ പരിമിതികളുണ്ട്. ഒരു കാര്യം പറഞ്ഞ് സ്ഥാപിക്കുക, അത് കേൾക്കുന്നയാൾക്ക് അല്ലെങ്കിൽ മറുതലക്കിലുള്ള ആൾക്ക് ഗ്രഹിക്കാൻ പാകത്തിന് കൈകാര്യം ചെയ്യാനൊന്നും പറ്റുന്നൊരിടമല്ല. കുറച്ച് സെൻറ്റൻസുകൾ മാത്രം നമുക്ക് എഴുതാമെന്ന് മാത്രം, അല്ലെങ്കിൽ അവരെ നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ള നിലയിൽ മറുപടി കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് പല കാര്യങ്ങളും. അപ്പോൾ നമ്മളുടെ ഈ മെസ്സേജിന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടികൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തവണയും ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അതിന് മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഈ ഒരാഴ്ച എന്ന് പറയുന്നത് കഷ്ടാനുഭാഴ്ച എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പെസഹായും കർത്താവിൻ്റെ ക്രൂശുമരണവും ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കീറാമുട്ടി പോലെ കിടപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരങ്ങളിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. അതിൻ്റെയൊക്കെ ഉത്തരങ്ങളിലേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ എപ്പോഴാണ് ക്രൂശിച്ചത്? പെസഹ എന്നായിരുന്നു?
പെസഹയുടെ ദിവസം എന്നാണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻപിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് ആവക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. പെസഹയുടെ ദിവസം എന്നാണ്, അതുപോലെ ക്രൂശിക്കപ്പെട്ടത് എന്നാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ചിലരൊക്കെ മറുപടികൾ തന്നു, ചിലരൊക്കെ ആ കാര്യത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ്, പിന്നീട് അറിയിക്കാം എന്നൊക്കെയുള്ള നിലയിലായിരുന്നു ഓരോരുത്തരും ആയിരുന്നത്. അതിനെക്കുറിച്ചുള്ള അല്പം ചില വിശകലനങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്നതിന് മുമ്പ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം നമ്മളോട് ചോദിച്ച ചോദ്യവും, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് ഒരു സഹതാപ അർഹിക്കുന്ന രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത്. നമ്മളെക്കുറിച്ചുള്ള ഒരു സഹതാപം പോലെ. അതായത് ഈ അന്ത്യകാലത്ത് ഈ മുത്തശ്ശിക്കഥകളും കെട്ടുകഥകളും നിർമ്മിത കഥകളും ഒക്കെ പറയുന്ന ആളുകൾ എഴുന്നേൽക്കും. നിങ്ങൾ ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞ് ജനത്തെ പറ്റിക്കുകയാണെന്നുള്ളതാണ് പുള്ളി പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈബിളിൽ വലിയ അറിവും പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത ആളുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് പരിഗണിക്കും. പക്ഷേ നിങ്ങളീ പറയുന്നതൊന്നും കാമ്പും കഴമ്പും ഇല്ലാത്ത കാര്യങ്ങളാണ്, നിസ്സാര കാര്യങ്ങളാണ് എന്നുള്ളതാണ് അദ്ദേഹം തുടക്കത്തിൽ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വലിയ കാര്യങ്ങളാണ്. കേൾവിക്കാരായ സഹോദരങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം കർത്താവിൻ്റെ സഭയെയും അതുപോലെ കർത്താവിൻ്റെ മഹിമയെക്കുറിച്ചൊക്കെയാണ് പറയാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കാറ്. പഴയ നിയമ ഭാഗങ്ങളിൽ നിന്നൊക്കെ എടുത്ത് പറയുമ്പോൾ തന്നെയും അവിടെ എല്ലാം പുതിയ നിയമസഭയുടെ ആ മഹത്വം വെളിപ്പെടുത്താനായിട്ടുള്ള ഉത്സാഹം എപ്പോഴും കഴിക്കാറുണ്ട്. ഏതെങ്കിലും വിധത്തിലൊക്കെ ഏത് മെസ്സേജും പറഞ്ഞു പോകുമ്പോൾ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ പറയാനും പരിശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം വലിയ കാര്യങ്ങളെന്ന് തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് നമ്മുടെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ, കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യമാണ്, അപ്പോസ്തലന്മാർ യെരൂശലേം ദേവാലയത്തിൽ പോയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പോയില്ലെന്നല്ല നമ്മൾ പറയുന്നത്, പോയിരുന്നു. ആ പോയത് പ്രാർത്ഥിക്കാനല്ല, പ്രാർത്ഥനയുടെ രീതിയൊക്കെ മാറി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആരാധനയുടെ രീതി മാറി. കർത്താവിൻ്റെ ക്രൂശുമരണം വരെ ആരാധന എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയത്തിലാണ്. യെരൂശലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ നിത്യേന കടന്നുചെന്ന് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും അവിടെ യാഗം അർപ്പിച്ച് തദനന്തരം ധൂപം അർപ്പിക്കും. അങ്ങനെയാണ് ആരാധന. അതേസമയം ജനമെല്ലാം അവരവർക്ക് നിയമിക്കപ്പെട്ട പ്രാകാരത്തിൽ അതിൻ്റെ നിലയിൽ, അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്, അവർ നിൽക്കും. അങ്ങനെ ആ ധൂപാർപ്പണവും അഥവാ ആരാധനയൊക്കെ കഴിഞ്ഞ് അവരവർ പിരിഞ്ഞു പോകും. അതേസമയം മാളികമുറിക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഈ സഹോദരങ്ങൾക്ക് ഇന്നും ഒരു ഗ്രാഹ്യവും ഇല്ലെന്നുള്ളതാണ് ഇവരുടെ കമൻറ്റുകളിൽ നിന്നും ഇവരുടെ സംസാരങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ പറയുകയാണ്. ആ സഹോദരൻ പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ആലയത്തിൽ പ്രാർത്ഥിച്ചിരുന്നു, യഹൂദ ആചാരങ്ങൾ പാലിച്ചിരുന്നു. അതായത് പെസഹായിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം കർത്താവിനെ ക്രൂശിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. പെസഹായിക്ക് ശേഷം കർത്താവിനെ ക്രൂശിച്ചു. അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. പെസഹായിക്ക് ശേഷം കർത്താവിനെ ക്രൂശിച്ചു. പിന്നത്തേതിൽ 50 ദിവസം കഴിഞ്ഞിട്ട് പെന്തക്കോസ്ത് ദിനത്തിൽ, ആ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് അപ്പോസ്തലന്മാർ യെരൂശലേമിൽ ഒത്തുകൂടിയില്ലെന്നാണ് ചോദിക്കുന്നത്. ബെലേഫേഷ് അപ്പോസ്തലന്മാർ യെരൂശലേമിൽ ഒത്തുകൂടിയത് പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാനല്ലേ പിന്നെ എന്തിനാണ് യെരൂശലേമിൽ ഒത്തുകൂടിയത്? അതിനുള്ള മറുപടിയായിട്ട് അങ്ങ് തുടങ്ങാം. വാത്സല്യ സഹോദര, ഞങ്ങൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ വലിയ സമൂഹം, ഓർത്തഡോക്സ് സമൂഹം, അതിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആകട്ടെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് ആകട്ടെ, നിങ്ങളെല്ലാം ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പണായിട്ട് പറയുകയാണ്, വലിയവനായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ആ ക്രൂശീകരണത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട കൃപ നിങ്ങൾ ആസ്വദിക്കണം, അനുഭവിക്കണം, വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വരണം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. യഹൂദ സമ്പ്രദായങ്ങളൊന്നും ഇനി പുതിയ നിയമസഭ അങ്ങനെ തന്നെ അക്ഷരികമായിട്ടല്ല എടുക്കുന്നത്. അതിനെല്ലാം ആത്മീയ അർത്ഥങ്ങളാണ്, ലിറ്ററൽ മീനിങ് അല്ല എടുക്കുന്നത്, സ്പിരിച്വൽ മീനിങ് ആണ് എടുക്കുന്നത്. ആ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആ ദിവസം അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് പിന്നിലുള്ള ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം, തൊട്ടടുത്ത് ചേർന്ന് വരുന്ന കാര്യം ആദ്യബലക്കറ്റയുടെ ഉത്സവം.
അങ്ങനെ ഈ 3 പെരുന്നാളുകളും ഒരുമിച്ച് നടക്കുന്ന പെരുന്നാളുകളാണ്. അതായത് ഒരു ഒറ്റ സമയത്ത് തന്നെ നടക്കുന്ന പെരുന്നാളുകളാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്തൊരു പെരുന്നാളാണ് ഈ പെന്തക്കോസ്ത പെരുന്നാൾ. അതിന് വാരോത്സവം എന്നും വിളിക്കും, പിന്നെ കൊയ്ത്ത് പെരുന്നാളെന്നും വിളിക്കും. പെന്തക്കോസ്ത് പെരുന്നാളിന് പറയുന്ന 2 പേരുകളാണ്. ഒന്ന് വാരോത്സവം, പിന്നെ കൊയ്ത്ത് പെരുന്നാൾ. അത് 3-ാം മാസത്തിലാണ്. ആദ്യത്തെ 3 പെരുന്നാളുകളും 1-ാം മാസത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നീടുള്ള 3 പെരുന്നാളുകളും അത് 7-ാം മാസത്തിലാണ് നടക്കേണ്ടത്. പാവപരിഹാര പെരുന്നാളും പിന്നെ കൂടാര പെരുന്നാളും അത് കഴിഞ്ഞ് കാഹളനാദോത്സവം അഥവാ കാഹള പെരുന്നാളും. ഇത് 7-ാം മാസത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെയെല്ലാം നമ്മൾ അതിൻ്റെ ആത്മീയ വശങ്ങളാണ് പഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ പെരുന്നാളുകളെക്കുറിച്ച് ചിന്തിക്കും, അന്നേരം വിശദമാക്കാം. അപ്പം ഈ വാത്സല്യ സഹോദരൻ മനസ്സിലാക്കേണ്ടത് പെന്തക്കോസ്ത് പെരുന്നാളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. യെരുശലേം ദേവാലയത്തിലല്ല ഇവർ ഒത്തുകൂടിയത്. പെന്തക്കോസ്ത് പെരുന്നാളിന് വരുന്ന ആളുകൾ അവരൊത്തുകൂടിയത് എവിടെയാണ്? അവരൊത്തുകൂടുന്നത് യെരുശലേം ദേവാലയത്തിലാണ്. പക്ഷേ ഇവരൊത്തുകൂടുന്നത് എവിടെയാണ്? ഇവരൊത്തുകൂടുന്ന വേറൊരു ബിൽഡിങ്ങിലാണ്. മർക്കോസിൻ്റെ മാളിക എന്ന പേരിൽ മർക്കോസിൻ്റെ മാളിക എന്ന പേരിൽ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിലാണ് ഈ പ്രിയപ്പെട്ടവർ ഒത്തുകൂടുന്നത്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും ആ കാലത്തെ ശിഷ്യന്മാരും, അതായത് ഒരു 120 പേരുടെ കാര്യം നമുക്കറിയാമല്ലോ. അവർ ഒത്തുകൂടിയത് അവിടെയാണ്. ഇവർ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല യെരുശലേമിൽ ഒത്തുകൂടിയത്. കർത്താവ് യേശുക്രിസ്തു അവരോട് സംസാരിച്ച നിമിത്തം, ആ വാക്തത്വ നിമിത്തം അവർ യെരുശലേമിൽ ഒത്തുകൂടിയതാണ്. ഇത് ബൈബിളിൽ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. ഇതിനൊരു പള്ളിയിൽ അച്ഛനോ ഒരു മെത്രാനോ പാസ്റ്ററോ ഒന്നും വന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നോട് കേട്ട വചനത്തിനായിട്ട് പട്ടണത്തിൽ കാത്തിരിക്കണം, പട്ടണം വിട്ട് പോകരുത്, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ പട്ടണത്തിൽ ഇരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരവിടെ കാത്തിരുന്നത് ഉയരത്തിലെ ശക്തി ധരിക്കുവാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ചോ അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചോ ഒന്നും അവർക്ക് അറിയില്ല. കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് അധികം അറിയില്ല. അവർ ആ വാക്ക് നിമിത്തം പട്ടണം വിട്ട് പോകാതെ ഈ പറയപ്പെട്ട ബിൽഡിങ്ങിൽ അവിടെ ഒത്തുകൂടിയിരുന്നു. അത്ര തന്നെ. ഒരു ഭയപ്പാടുണ്ട് അവർക്ക്. അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയിൽ ഉപദ്രവിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഭയപ്പാടൊക്കെ ഉള്ളൊരു കാലമാണ്, ഒരു സമയമാണ് അവിടെ. എന്നാൽ നമ്മൾ പറയുന്ന ആ ദിവസം, ആ 50-ാം ദിവസം അഥവാ പെന്തക്കോസ്ത് ദിനത്തിൽ, പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50 എന്നാണ് അർത്ഥം, ആ യഹൂദന്മാരുടെ ആ ഉത്സവം നടക്കുന്ന, ആ ഫീസ്റ്റ് നടക്കുന്ന സെയിം ഡേയിൽ പരിശുദ്ധ റൂഹ ആ മാളികമുറിയിലേക്ക് കാത്തിരുന്നവരുടെ മേലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ കൂടിയിരുന്നവരുടെ മേലെ ആരംഭിച്ചുകൊണ്ട് ദൈവസഭയുടെ ആരംഭം കുറിക്കുകയാണ്. കർത്താവിൻ്റെ സഭയുടെ ആരംഭം കുറിക്കുകയാണ്. അത് യഹൂദ സമ്പ്രദായങ്ങളുമായിട്ട് കണക്ട് ചെയ്തല്ല അത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ പെരുന്നാളുകളും ഈ കാര്യങ്ങളുടെ എല്ലാം പൊരുള് എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളെല്ലാം നിവൃത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇതെല്ലാം നിവൃത്തീകരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം അതിൻ്റെ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കുക, പെസഹ. ആ പെസഹയുടെ അന്ന് നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ടു. തൊട്ടടുത്ത ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം. അവിടെ മുതൽ അപ്പോസ്തലന്മാർ ആ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള ആ ബോധ്യത്തിലേക്ക് വരികയാണ്. അടുത്ത കാര്യം ആദിപലക്കറ്റയുടെ പെരുന്നാൾ. ആദിപലക്കറ്റയുടെ പെരുന്നാൾ നടക്കുമ്പോൾ തന്നെ അതൊക്കെയാണ് ഒരു ക്രൈസ്തവൻ പഠിക്കേണ്ടത്. ആദിപലക്കറ്റയുടെ പെരുന്നാൾ നടക്കുമ്പോൾ അവരുടെ വയലിൽ നിന്ന് ഒരു കറ്റ കൊയ്തു കൊണ്ടുവരും. വിളഞ്ഞു കിടക്കുന്ന വയലിൽ നിന്ന് ഒരു കറ്റ കൊയ്തു കൊണ്ടുവരും. ആ കറ്റ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് ആ കറ്റ മഹാപുരോഹിതൻ യാഗപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നീരാജനം ചെയ്യും. വേവ് ഓഫറിങ്. അങ്ങനെ നീരാജനം ചെയ്ത്, അതായത് ഭൂമിയുടെ 4 കോണിലേക്കും ആ കറ്റ ഉയർത്തി ഇങ്ങനെ വീശുന്നതിനാണ് നീരാജനം ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളൊക്കെ മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ കാലത്ത് ആ സമയത്ത് നമുക്ക് പറയാൻ ഉത്സാഹിക്കാം. ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആദ്യഫലക്കറ്റ എന്ന നിലയിൽ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അതിനെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ലീഗ പറയാണ്, നമ്മുടെ കർത്താവ് ആദ്യഫലം. ആദ്യഫലം ആരാ? കർത്താവായ യേശുക്രിസ്തുവാണ് ആദ്യഫലം. അങ്ങനെയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ഇതിനെല്ലാം നമ്മൾ ആത്മീയ അർത്ഥങ്ങളല്ലേ കൊടുക്കുന്നത്. അല്ലാതെ യഹൂദൻ ആദിപലക്കറ്റയുടെ പെരുന്നാൾ ആഘോഷിച്ചതുപോലെ അങ്ങനെ തന്നെയാണോ അപ്പോസ്തലന്മാർ ഒരു കറ്റയും കൊണ്ട് വന്ന് മാളികമുറിയിൽ അവിടെ അന്നാസും കയ്യഫാവും ഇതെടുത്ത് വീശുമ്പോൾ ഇവിടെ പത്രോസും യോഹന്നാനും യാക്കോബും കൂടി ഒരു കറ്റ എടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു? അങ്ങനെയാണോ അവർ ചെയ്തത്? ഇതിന് നമുക്ക് അല്പ സെൻസ് മതി. സെൻസ്, അധിക സെൻസ് വേണ്ട. സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയല്ല ഇവിടെ നടക്കുന്നത്.
ഇവരിവിടെ ഒരുമിച്ച് കാത്തിരിക്കുകയാണ് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥനയോടെ. അടുത്തത് എന്താണെന്ന് അവർക്ക് അറിയില്ല, കാത്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാരെല്ലാം ദൈവാലയത്തിൽ ഉത്സവത്തിനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഇവർ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും ഇവർക്കറിയില്ല. ഇവർ ബ്ലൈൻഡായിട്ട് കാത്തിരിക്കുകയാണ്. ഒരു വാക്കിനെ പ്രതി പട്ടണം വിട്ട് പോകരുത്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു, ഉയരത്തിലെ ശക്തി നിങ്ങൾ ധരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിന് ശിരസാ വഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. അതവിടെ സംഭവിക്കുകയാണ്. ഉയരത്തിലെ ശക്തി അവരുടെ മേൽ കടന്നു വരികയാണ്. പരിശുദ്ധ റൂഹ അവരുടെ മേൽ ആവസിച്ചു. അവിടെ വലിയ ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ്. പുതിയ നിയമ സഭയുടെ ഉദ്ഘാടന സെറിമണി ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചു. തദനന്തരം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നീട് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ശക്തമായി ദൈവവചനം ഘോഷിക്കുകയാണ്. അങ്ങനെ ആ ദൈവവചന ഘോഷണത്തിൽ അവിടെ തടിച്ചുകൂടിയ ആളുകൾ, അവിടെ ആത്മാവിലുള്ള ആരാധന കാര്യങ്ങളൊക്കെ നടന്നു. അതിൻ്റെ ശബ്ദഘോഷം കേട്ടിട്ടാണ് ജനമെല്ലാം ഓടിക്കൂടിയത്. അവരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചത്. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസറായനെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന കാര്യം പരസ്യമായി ഡിക്ലെയർ ചെയ്യുകയാണ്. അവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ബലിമരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. തുടർന്നുള്ള ഓരോ കാര്യങ്ങൾ പത്രോസ് പറയുകയാണ്. തുടർന്നുള്ള ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ സ്നാനമേൽക്കേണ്ടതുണ്ട്. അത് കഴിയുമ്പോൾ വാക്തത്വം നിങ്ങളുടെ മേൽ വരും. കർത്താവ് വാക്തത്വം ചെയ്ത വാക്തത്വം അഥവാ പരിശുദ്ധ റൂഹ നിങ്ങളുടെ മേൽ കടന്നു വരും, ആത്മാവിൽ നിറയപ്പെടും. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കണം. വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളിലൊന്നും കുടുങ്ങിക്കിടക്കരുത്. അങ്ങനെയുള്ള നിങ്ങൾ പ്രാർത്ഥന കഴിക്കണം, കൂട്ടായ്മ ആചരിക്കണം, പിന്നെ അപ്പം നുറുക്കണം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മുൻപോട്ടുള്ള പ്രയാണം വേണ്ടത് എന്നാണ് പത്രോസ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളാണോ യെരുശലേം ദേവാലയത്തിൽ നടക്കുന്നത്? യെരുശലേം ദേവാലയത്തിലെ ശുശ്രൂഷകളുമായിട്ട് ഈ പറഞ്ഞ കാര്യത്തിന് വല്ല പൊരുത്തമുണ്ടോ, വല്ല ബന്ധമുണ്ടോ? ഇതൊക്കെ അല്പം ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, വീണ്ടും ജനിക്കണം. ചുമ്മാ ഒരു കപ്പ് വെള്ളം ഏതെങ്കിലും പള്ളിയിലച്ചൻ തലയിൽ തളിച്ചതുകൊണ്ടൊന്നും വീണ്ടും ജനിക്കില്ല. വീണ്ടും ജനിക്കാതെ ഈ ആത്മീയ സത്യങ്ങൾ ഒരുവന് ഗ്രഹിക്കാൻ കഴിയില്ല. തീർത്ത് പറയുകയാണ്, വീണ്ടും ജനിക്കണം. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല, സമയക്കുറവ് കാരണം മുന്നോട്ട് അധികം പോകുന്നില്ല. വാത്സല്യ സഹോദരൻ അതുപോലെ മറ്റു പ്രിയപ്പെട്ടവർ ഒക്കെ മനസ്സിലാക്കണം, യെരുശലേം ദേവാലയത്തിൽ അപ്പോസ്തലന്മാർ കടന്നു പോകുന്നത് അതിന് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെന്നേ. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുള്ള ബന്ധത്തിലാണ് കടന്നു പോകുന്നത്. ഇനി അവിടെ ഒരു ദൈവത്തിൻ്റെ ആലയം എന്നുള്ള നിലയിൽ പരിഗണിക്കാൻ കഴിയില്ല. ഇനി യെരുശലേം ദേവാലയത്തെ ദൈവത്തിൻ്റെ ആലയം എന്ന നിലയിൽ പരിഗണിക്കാൻ കഴിയില്ല. കാരണം ഇവരാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ ആലയം. പുതിയ നിയമ സഭയാണ് ദൈവത്തിൻ്റെ ആലയം. ദൈവത്തിന് ഒരേ സമയം ഭൂമിയിൽ രണ്ട് ആലയമില്ല, ഒരൊറ്റ ആലയമേ ഉള്ളൂ. സമാഗമന കൂടാരം ഉണ്ടായിരുന്ന കാലത്ത് യെരുശലേം ദേവാലയം ഇല്ല. സമാഗമന കൂടാരം വൈൻഡപ്പ് ചെയ്തതിന് ശേഷമാണ് യെരുശലേം ദേവാലയം ഓപ്പൺ ചെയ്തത്. അതിലെ തിരശ്ശീല ചിന്തിയതിന് ശേഷമാണ് ദൈവസഭയുടെ സെറിമണി നടക്കുന്നത്. യെരുശലേം ദേവാലയം ലൈവായിട്ട് നിൽക്കുമ്പോൾ ദൈവസഭ അതിന് പ്രസക്തിയില്ല. അത് ക്ലോസ് ചെയ്തു. യെരുശലേം ദേവാലയത്തിലെ ശുശ്രൂഷകൾ അത് വലിച്ചു കീറി കളഞ്ഞു. മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഒരു പുതിയ ക്രമം ആരംഭിക്കുകയാണ്. ക്രിസ്തുയേശു എന്ന മഹാപുരോഹിതൻ പിതാവിൻ്റെ സന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ പുത്രന്മാർ അവൻ്റെ പാദപീഠത്തെങ്കിൽ ശുശ്രൂഷിക്കുന്ന ഒരു കാലം വെളിപ്പെടുകയാണ്. അതാണ് ശമരിയക്കാരിയോട് പറഞ്ഞത്. അത് ആ മലയിലും ഈ മലയിലൊന്നും അല്ല, അത് ആത്മാവിൽ ഉയർന്ന മലയിലാണ്. അതൊരു സ്വർഗീയ അനുഭവമാണ്. അത് വെളിപ്പെടാൻ പോകുന്നു. അത്തരത്തിലുള്ള ആരാധന, അതിനെക്കുറിച്ച് പൗലോസ് വീണ്ടും പറയുന്ന റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ ആത്മാവിലാണ് ആരാധിക്കുന്നത്. ഇന്നലകളിൽ യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് കടന്നുപോയവനാ, ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനല്ലേ. അങ്ങനെ ന്യായപ്രമാണവും അതിലെ ആരാധനാ രീതികളും സകല കാര്യങ്ങളും അറിയാവുന്നയാളാണ്. അതുകൊണ്ട് റോമാലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 9-ാം അധ്യായത്തിലോ മറ്റോ പൗലോസ് പറയുന്നുണ്ട്, യഹൂദന്മാർ ശ്രേഷ്ഠർ തന്നെയാണ്, അതിനൊന്നും കുഴപ്പമില്ല. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, പിതാക്കന്മാർ നിങ്ങൾക്കുള്ളതാണ്, ആരാധന നിങ്ങൾക്കുള്ളതാണ്, അതൊക്കെ ശരിയായിരുന്നു. പക്ഷേ മാളികമുറിക്ക് ശേഷം കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഇപ്പോൾ സത്യാരാധന വെളിപ്പെട്ടിരിക്കുന്ന കാലമാണ്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗഭാക്കാകണമെങ്കിൽ വീണ്ടും ജനിക്കണം. വചനസത്യങ്ങൾ അറിയണമെങ്കിൽ വീണ്ടും ജനിക്കണം. അത് വെള്ളത്താലും ആത്മാവിനാലുമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ വരണം. വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം തലയിലൊഴിക്കുക എന്നല്ല അർത്ഥം. അക്ഷരീകമായി വെള്ളം തലയിലൊഴിച്ചാൽ ആരെങ്കിലും വീണ്ടും ജനിക്കുമോ? അതൊരു പള്ളിയിലച്ഛൻ ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുമോ എന്ന് പറഞ്ഞാൽ
അതിന് തമാശ എന്നേ പറയാൻ പറ്റുള്ളൂ. ദൈവവചനത്തെ കോട്ടിമാറ്റിക്കളഞ്ഞ് ഇതൊക്കെ ഏത് കാലത്താണ് ഉത്ഭവിച്ചത് അല്ലെങ്കിൽ ആവിർഭവിച്ചത് എന്നുള്ളത് ചരിത്രം പഠിക്കുക. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സത്യവചനം മുഴങ്ങുന്ന കാലമുണ്ടായിരുന്നു. അതിനുശേഷം വചനം ദുർലഭമായി. ആ കാലത്താണ് കളകൾ പെരുകിയത്. അപ്പോഴാണ് പിള്ളേരുടെ തലയിൽ വെള്ളം കോരി ഒഴിക്കുന്ന കാര്യമൊക്കെ വന്നത്. ഓക്കേ, അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ടേക്കാം. പിന്നീട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 2 വാക്യങ്ങളാണ്. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 20:16, അടുത്ത വാക്യം 1 കൊരിന്ത്യർ 16:8. ജസ്റ്റ് ആ വാക്യം ഒന്ന് വായിച്ചു വിടാം. അദ്ദേഹം ഒരു കാര്യം ഊന്നുകയാകുമ്പോൾ ആ കാര്യത്തിനൊരു മറുപടിയും പറയണം. അതേസമയം ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നതല്ല, ദൈവവചനം നമുക്ക് ഗൗരവമായി പറയേണ്ടതുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതാണ് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവൃത്തി 20:16, 20-ാം അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. 20-ാം അധ്യായം എന്ന് പറയുന്നത് പൗലോസിൻ്റെ 3-ാം മിഷൻ യാത്ര കഴിഞ്ഞ് യെരുശലേമിലേക്കുള്ള മടക്കയാത്രയാണ്. ആ മടക്കയാത്രയിൽ താൻ എഫെസോസിലെ മൂപ്പന്മാരെയെല്ലാം മിലേത്തോസിലെ കടപ്പുറത്ത്, തൊട്ടടുത്തുള്ള കടപ്പുറമാണ്, ആ സീഷോറിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അവിടെ കപ്പൽ അടുക്കുന്നുണ്ട് മിലേത്തോസിലെ പോർട്ടിൽ. അപ്പോൾ അവരോടൊരു വിടവാങ്ങൽ പ്രസംഗം നടത്തുകയാണ്. ആ വിടവാങ്ങൽ പ്രസംഗത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള വാക്യമാണ് 16-ാം വാക്യം, വേഴ്സ് 16 വായിക്കാം. കഴിയുമെങ്കിൽ പെന്തക്കോസ്ത് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസിയയിൽ കാലതാമസം വരരുതെന്ന് വെച്ച് എഫെസോസിൽ അടുക്കാതെ ഓടണമെന്ന് നിശ്ചയിച്ചിരുന്നു. ഈ വാക്യത്തിലുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ പെന്തക്കോസ്ത് ദിനത്തിൽ യെരുശലേമിൽ എത്താൻ പാകത്തിന് ധൃതിപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പെന്തക്കോസ്ത് ദിനം. ഓക്കെ, ഇനി 1 കൊരിന്ത്യർ 16:8 കൂടെ അങ്ങ് വായിക്കാം, എന്നിട്ട് പറയാം. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. അതെ, കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരുടെ വായിൽ നിന്ന് പെന്തക്കോസ്ത് വരെ പാർക്കുമെന്നും പെന്തക്കോസ്തിലേക്ക് ഞാൻ ധൃതിപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിച്ചില്ലെന്നാണോ നിങ്ങൾ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓ മൈ ഗാഡ്, ഈ 2 വാക്യം വെച്ചുകൊണ്ടാണ് ഒരു കാര്യം സ്ഥാപിക്കാൻ വരുന്നത്. ഇങ്ങനെയാണ് മനുഷ്യർ ഓരോരോ കുഴികളിൽ ചെന്ന് പെടുന്നത്. അത് എപ്പിസ്കോപ്പൽ സഭകളിലുള്ളവരാകട്ടെ, ഈ പറയപ്പെട്ടത് പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിലൊക്കെ ആകട്ടെ, ഏത് ഗ്രൂപ്പിലാണേലും ഇതിൻ്റെ ഒന്നും അർത്ഥങ്ങളോ ആഴങ്ങളോ അന്വേഷിക്കുകയോ ചെയ്യാതെ കേൾക്കാത്ത മാത്രയിൽ എടുത്ത് ചാടി ഓടി വരും. പെന്തക്കോസ്ത് ദിനം എന്ന് പൗലോസ് പറഞ്ഞെന്ന്. സഹോദരങ്ങളെ, നമ്മളെല്ലാം മലയാളികളാണ്. നമ്മൾ പൊതുവെ പറയാറുള്ള ചില രീതികളുണ്ട്. ഓണത്തിന് ഞാൻ നാട്ടിൽ കാണുമായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ഓണം ആഘോഷിക്കാൻ പോയി എന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മൾ സാധാരണ പറയുന്ന രീതിയാണ്, ഞാൻ ഓണത്തിന് നാട്ടിൽ കാണും. ഹിന്ദുക്കളായ ആൾക്കാർ ചിലപ്പോൾ പറയും, ഈ തവണ ക്രിസ്മസിന് ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തിയേക്കാം, അങ്ങനെ പറയും. അതുപോലെ മലബാറുകാരാണെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉണ്ട്. അവിടുത്തെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്, മുസ്ലിങ്ങളുടെ പെരുന്നാൾ. അപ്പോൾ അതിൻ്റെ ഒരു ടൈമും അതിൻ്റെ ഒരു കാര്യങ്ങൾ അവർക്കറിയാം. ഇവിടെ ഒരു മലബാറുകാരി ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ ആ സംസാരത്തിൽ ആ പെരുന്നാളിൻ്റെ സമയത്ത് നമുക്ക് ഇന്ന പോലെ ചെയ്തേക്കാം, വന്നേക്കാം, കണ്ടേക്കാം എന്നൊക്കെ പറയും. എന്നോർത്ത് ഇവർ പെരുന്നാൾ ആഘോഷിക്കാൻ പോകാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു ഭാഷാപ്രയോഗമാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അവരുടെ 7 ഉത്സവങ്ങൾ അത് 3 തിരിക്കുകയാണ്. ആദ്യത്തെ 3 ആദ്യത്തെ സെഗ്മെൻറ്റിൽ, അത് കഴിഞ്ഞ് വരുന്ന പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത് 2ാമത്തെ സെഗ്മെൻറ്റിൽ വരും. അത് തനിച്ച് നിൽക്കുകയാണ്, ഒറ്റ പെരുന്നാൾ. അത് കഴിഞ്ഞ് വരുന്ന 3ാമത്തെ സെഗ്മെൻറ്റിൽ നിൽക്കുകയാണ്, 3 പെരുന്നാളും. അത് ഒരുമിച്ച്, അതിൻ്റെ സമയക്രമം അങ്ങനെയാണ്, ഒരുമിച്ച് 7-ാം മാസത്തിൽ നടക്കുന്നതാണ്. ഈ 3 സെഗ്മെൻറ്റിൽ നടക്കുന്ന പെരുന്നാളുകൾക്ക് യഹൂദന്മാർ ഭൂപ്പരപ്പിൽ എവിടെയാണെങ്കിലും അവർ യെരുശലേമിലേക്ക് വരേണ്ടതുണ്ട്. യെരുശലേമിൽ വന്ന് ഈ പെരുന്നാളുകൾ ആചരിക്കണം. അതിന് നമുക്ക് വാക്യങ്ങളുണ്ട്, പുറപ്പാട് പുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിലൊക്കെ ഉണ്ട്. സംവത്സരത്തിൽ അവർ 3 പ്രാവശ്യം യെരുശലേമിൽ വരേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്ന് അതിൻ്റെ കാര്യപരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ്, ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം കാര്യങ്ങൾ. അപ്പോൾ അതിൽ 2ാമത്തെ ഇതിലാണ് പെന്തക്കോസ്ത് പെരുന്നാൾ വരുന്നത്. ആ പെരുന്നാളിന് ജനമെല്ലാം അവിടെ തടിച്ചുകൂടുന്ന സമയമാണ്. ഭൂതലത്തിൻ്റെ പല കോണുകളിൽ നിന്നും ആളുകൾ യെരുശലേമിൽ വരികയാണ്. അങ്ങനെ വന്ന ഒരു വരവിലാണ് ആദ്യത്തെ പെന്തിക്കോസ്തിൽ, അതായത് സഭ ആരംഭിക്കുന്ന പെന്തിക്കോസ്തിൽ ഒറ്റ പ്രസംഗത്തിലെ 3000 എണ്ണത്തെ വലയ്ക്കകത്ത് പത്രോസ് കയറ്റിയത്. അതേ ശൈലിയാണ് പൗലോസും അവലംബിക്കുന്നത്. ഈ പെന്തക്കോസ്തിൽ ബന്ധപ്പെട്ട് യെരുശലേമിൽ എത്തുന്നത്
ബന്ധുക്കൾ, ചാർച്ചക്കാർ, സ്നേഹിതർ എന്നു വേണ്ട പല ദിക്കുകളിൽ പാർക്കുന്ന ആളുകളൊക്കെ യെരുശലേമിൽ വരും. ഈ മനുഷ്യരെയൊക്കെ സന്ധിക്കുവാനുള്ള ഉത്സാഹത്തിലാണ് യെരുശലേമിലേക്ക് പോകുന്നത്. അതല്ലാതെ അവിടെ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കാൻ പോയതാണോ? പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കാൻ പോയതാണോ? പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ആ വരവിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ആ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓൾറെഡി ഇറങ്ങി വന്നു. ഇനി അതിൻ്റെ പേരിൽ പരിശുദ്ധാത്മാവേ വരണമേ എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവർ പെന്തക്കോസ്ത് പെരുന്നാളിൽ ചെയ്യുന്ന കാര്യം, ആദിപലക്കറ്റയുടെ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് കൊയ്ത്ത് മുഴുവൻ കഴിയുകയാണ്. പിന്നീടുള്ള സമയം കൊയ്ത്തിൻ്റെ സമയമാണ്. ആ കൊയ്ത്ത് മുഴുവൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ധാന്യവുമായിട്ട് കൊയ്തെടുത്ത ആ ധാന്യവുമായിട്ട്, അതുകൊണ്ടാണ് അതിന് കൊയ്ത്ത് പെരുന്നാളെന്നും കൂടെ പറയുന്നത്. ഈ കൊയ്ത്ത് കഴിഞ്ഞ് ഈ ധാന്യം പൊടിച്ച് അതിൽ നിന്ന് 2 അപ്പം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. പുളിപ്പിച്ച് ചുട്ട 2 അപ്പം ദൈവസന്നിധി കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് പെന്തക്കോസ്ത് പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ട്. അത് ആ പെരുന്നാളിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പം നമ്മെ സംബന്ധിച്ച് അന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിവസമാണ്. യഹൂദനെ സംബന്ധിച്ച് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്ന ആ ദിവസം അവർക്ക് പ്രമാണം ലഭിക്കപ്പെട്ട ദിവസവും കൂടെയാണ്. അതായത് ഹോരേബിൽ അവർക്ക് പ്രമാണം ലഭിക്കപ്പെട്ട ദിവസം എന്നുള്ള നിലയിലും അതിന് അങ്ങനെ ഒരു പ്രസക്തിയുണ്ട്. അപ്പം നമ്മെ സംബന്ധിച്ച് ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്ന ആ കാര്യമാണ് പെന്തക്കോസ്ത് പെരുന്നാളിൽ നമ്മൾ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം പെന്തക്കോസ്ത് അനുഭവമുള്ളൊരു സമൂഹമാണെന്ന് അഭിമാനപൂർവ്വം പറയുന്നത്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് യഹൂദൻ്റെ ഉത്സവമാണ്. അത് ക്രിസ്ത്യാനിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. എങ്കിലും ഈ വിഷയത്തിന് ഗൗരവം കൊടുക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ നമ്മളെ കളിയാക്കി വിളിക്കുന്നതാണ് പെന്തക്കോസ്തുകാരെന്ന്. നമ്മളത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പെന്തക്കോസ്ത് അനുഭവമുള്ളവരാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിക്കുന്ന മനുഷ്യരാണ് എന്ന നിലയിൽ നമ്മൾ അതിനെ സമ്മതിച്ചു കൊടുക്കുകയാണ്. അതൊരു വാസ്തവം തന്നെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ഇനി 2 അപ്പം ചുട്ടുകൊണ്ട് യെരുശലേം ദേവാലയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എന്താ അതിനൊക്കെ മറുപടി? വിശദീകരണം പിന്നാലെ തരാം. ഇപ്പം മിനിമം കാര്യം കഴിഞ്ഞു. പൗലോസ് എന്തുകൊണ്ടാണ് 2 വാക്യത്തിലൂടെ പെന്തക്കോസ്ത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് ഒരു പൊതുപ്രയോഗമാണ്. ഇപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഓർക്കുകയാണ്. വിശേഷിച്ച് എൻ്റെ അമ്മയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ജനുവരി ഫെബ്രുവരി എന്നൊന്നും അറിയില്ല. അവരൊക്കെ നേരത്തെ മൺമറഞ്ഞു പോയി. അവർ ജനുവരി ഫെബ്രുവരി എന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവരൊക്കെ പറയുന്നത് ധനുമാസത്തിൽ അങ്ങനെയാണ്, മേടമാസത്തിൽ ഇങ്ങനെയാണ്, മീനമാസത്തിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിരിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും പറയുമ്പോൾ രാജാക്കന്മാരുടെ ഭരണകാലത്ത്, തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്ത് ജനിച്ചവരവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഒത്തിരി കാര്യങ്ങൾ, ഭാഷാപ്രയോഗങ്ങൾ വരുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, പല കാര്യങ്ങളും. അപ്പോൾ അതൊരു നാടിൻ്റെ പ്രയോഗമാണ്. അതുപോലെ തന്നെയാണ് യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ഒരു ഭാഷാപ്രയോഗമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അത് പ്രസിദ്ധമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഓണം പ്രസിദ്ധമല്ലേ? അതുപോലെ വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഹോളി അതവിടെ പ്രസിദ്ധമാണ്. അതുപോലെ അതുപോലത്തെ എന്തൊക്കെയോ പെരുന്നാളുകളുണ്ടല്ലോ. പെരുന്നാളുകളല്ലല്ലോ, ഉത്സവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് വളരെ പ്രസിദ്ധമായ. അപ്പോൾ അതിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ആളുകൾ പറയും. ന്യൂസ് പേപ്പറുകളിൽ അതിനെക്കുറിച്ച് എഴുത്തുകൾ വരും. അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ അവർ സംസാരിക്കുമ്പോൾ പറയും അടുത്ത ആഴ്ച ഇങ്ങനെ ഒരു ഉത്സവം നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അത് വെച്ചിട്ട് മനുഷ്യർ സംസാരിക്കും. അത് യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയതാണെന്നോ യഹൂദ മര്യാദകളും ആചാരങ്ങൾ പാലിച്ചതാണെന്നൊക്കെയുള്ള കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ തിരഞ്ഞെടുക്കുന്നത് സമ്മതിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ അതെല്ലാം പറഞ്ഞു വിടുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ കാര്യത്തിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യത്തിന് നിലനിൽപ്പില്ല സ്നേഹിതന്മാരെ, അതിന് നിലനിൽപ്പില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ്. യെരുശലേം ദേവാലയത്തിൽ അപ്പോസ്തലന്മാർ പോയി എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അവിടെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്നല്ല എവിടെയും പോകുന്നത്. യെരുശലേം ദേവാലയത്തിന് യാതൊരു പ്രസക്തിയില്ലെന്ന് ഞാൻ 4-ാമത്തെ ആഴ്ചയാണ് അടിവരയിട്ട് പറയുന്നത്. 4-ാമത്തെ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് 4 ആഴ്ച ഞാൻ സംസാരിക്കുകയാണ് ഇതേ വിഷയം. ഈ 4-ാമത്തെ ആഴ്ചയിലും പറയുകയാണ് യെരുശലേം ദേവാലയത്തിൻ്റെ പ്രസക്തി ക്രൂശീകരണത്തോടുകൂടി അവസാനിച്ചു. അത് അവസാനിക്കുമെന്നുള്ള കാര്യം കർത്താവ് മുന്നമേ പറഞ്ഞിട്ടുണ്ട്. ഇത് കല്ല് ശേഷിക്കാതെ തകർന്നു പോകുമെന്ന്. ക്രൂശീകരണത്തിന് ശേഷം ഏകദേശം 40 വർഷം കഴിഞ്ഞപ്പോൾ AD 70
അത് പറഞ്ഞതുപോലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നുപോയി. അത് ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്തണമല്ലോ. കർത്താവ് അപ്പോസ്തലന്മാരോട് പറയണ്ടേ, നിങ്ങൾ നിങ്ങളുടെ ആലയവുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കണം കേട്ടോ, അതൊന്നും വിട്ടു പോകരുതെന്നൊക്കെ പറയണ്ടേ? അങ്ങനെയല്ലോ ആണോ പറഞ്ഞത്? ഇനി അത് പോട്ടെ, നമുക്കിത് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ഈ അപ്പോസ്തലന്മാർ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് പ്രസംഗിച്ച പ്രസംഗങ്ങൾ യെരുശലേം ദേവാലയത്തിനും അവിടുത്തെ ശുശ്രൂഷ രീതികൾക്കും വിഭിന്നമായ രീതിയിലല്ലേ സംസാരിച്ചത്. ഹന്നാസും കയ്യഫാസും അവിടെ മഹാപുരോഹിതന്മാരായിട്ട് ഇരിക്കുമ്പോഴാണ് പത്രോസ് വിളിച്ചു പറയുന്നത്, ഇനി പാപപരിഹാര പെരുന്നാളില്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ പാപപരിഹാര പെരുന്നാൾ അത് അവിടെ അവസാനിച്ചു. യേശു ക്രിസ്തു ഒരു ദൈവ കുഞ്ഞാടെന്ന നിലയിൽ, അവനൊരു പെസഹ കുഞ്ഞാടെന്ന നിലയിൽ, പിന്നെ അങ്ങനെ ഏതെല്ലാം നിലകളിൽ പറയാവോ അതെല്ലാം പത്രോസ് പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരുത്തനും രക്ഷയില്ലെന്ന്. ഇനി രക്ഷിക്കപ്പെടുവാനായിട്ട്, ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യെരുശലേം ദേവാലയത്തിൽ പാപപരിഹാര ദിവസം അറ്റോൺമെൻറ്റ് ഡേയിൽ പോകേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അന്നാസും കയ്യഫാവും സബാഷ് എന്ന് പറഞ്ഞ് പത്രോസിനെ വിളിച്ച് പൊന്നാടി അണിയിക്കുമോ? യഹൂദന്മാരുടെ സമ്പ്രദായങ്ങൾക്കും അവരുടെ ആലയത്തിനും പൗരോഹിത്യത്തിനും എതിരായിട്ടാണ് ഈ അപ്പോസ്തലന്മാർ നിന്നത്. ഒരു സമയത്ത് മഹാപുരോഹിതനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട് പൗലോസുമായി ബന്ധപ്പെട്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 20, 21, 22 അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ആ കാര്യങ്ങൾ വരുന്നത്. അതായത് പൗലോസ് ഈ പറഞ്ഞ പോലെ 3-ാം മിഷൻ യാത്ര കഴിഞ്ഞ് യെരുശലേമിൽ മടങ്ങി വരുന്നു. പിന്നത്തേതിൽ യെരുശലേം ദേവാലയത്തിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും പിടിക്കുകയും ഫിലിപ്പിൻ്റെ കൈസരിയിൽ കാരാഗ്രഹത്തിലാക്കിയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെച്ച് മഹാപുരോഹിതന്മാരും അവരുടെ വക്കീലും കൂടെ കടന്നു വരുന്നു. പിന്നെ പൗലോസ് തനിച്ച് നിന്ന് തൻ്റെ ഭാഗം വാദിക്കുന്നു. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് മഹാപുരോഹിതനോട് പറയുന്നത്, വെള്ള തേച്ച ചുവരെ നിന്നെ ദൈവം അടിക്കുമെന്നൊക്കെ. അപ്പോഴാണ് അവിടെ നിന്നവർ പറയുന്നത്, ഉയ്യോ മഹാപുരോഹിതനോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഈ പുള്ളി മഹാപുരോഹിതനാണെന്നൊന്നും മനസ്സിലായില്ലെന്നാണ് പൗലോസ് പറയുന്നത്. എനിക്ക് തോന്നുന്ന പുള്ളി ഒരു ടീഷർട്ടും ഒരു ബർമൂഡ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ മഹാപുരോഹിതം വന്നത്, നമുക്കറിയില്ല. പൗലോസിന് മഹാപുരോഹിതനെ കണ്ടാൽ തിരിച്ചറിയാതിരിക്കും വേഷഭൂഷാദിയിൽ. അല്ലെങ്കിൽ ആ വരവിന് വേണ്ടി മഹാപുരോഹിതൻ വേഷഭൂഷാദികളൊക്കെ മാറ്റിവെച്ച് കാണുമോ? ഒരു ഐഡിയ ഇല്ല, അതിനെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, പൗലോസ് പറഞ്ഞു വെള്ള തേച്ച ചുവരെ ദൈവം നിന്നെ അടിക്കൂന്ന്. അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ആ പൗലോസ് ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഈ കാര്യങ്ങളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്, അത് പിന്തുടരുന്നവരാണ്. ഇങ്ങനെയാണോ പറയുന്നത്? പൗലോസിൻ്റെ യാത്രകളിൽ പൗലോസ് ചെന്ന് പ്രസംഗിച്ചതും പിന്നീട് ലേഖനങ്ങളിലൂടെയൊക്കെ പറഞ്ഞെന്താ? കൊരിന്തിലിരിക്കുന്ന ജനത്തോട് പറഞ്ഞെന്താ? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്നാ പറഞ്ഞത്. നിങ്ങളൊരു സിനഗോഗ് എന്നല്ല പറഞ്ഞത്. നിങ്ങളൊരു സിനഗോഗ് എന്നാ പറഞ്ഞെങ്കിൽ യഹൂദന്മാർ ക്ഷമിച്ചേനെ. നിങ്ങളാണ് മന്ദിരം എന്നാ പറഞ്ഞത്. യഹൂദനെ സംബന്ധിച്ച് ഒരു മന്ദിരമേ ഉള്ളൂ. ആ മന്ദിരം യെരുശലേം ദേവാലയമാണ്. യെരുശലേം ദേവാലയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇടിഞ്ഞു പോയിട്ടില്ലല്ലോ. അത് നിൽക്കുമ്പോൾ തന്നെ ഇവർ ചെന്നിട്ട് പറയാണ്, കേൾവിക്കാരോട് പറയാണ്, നിങ്ങളാണ് മന്ദിരം, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയമെന്ന്. അതൊരു ദൈവദൂഷണമായിട്ടല്ലേ ഒരു യഹൂദനെ പരിഗണിക്കാൻ കഴിയുള്ളൂ? ദൈവദൂഷണമായിട്ടല്ലേ പരിഗണിക്കാൻ കഴിയൂ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുകയും അവനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മരക്ഷ ലഭിക്കുമെന്നൊക്കെ ജാതികളോടും യഹൂദന്മാരോടും ഒക്കെ നടന്ന് പ്രസംഗിക്കുക. അത് യെരുശലേം ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് വിരുദ്ധമല്ലേ? ആ ശുശ്രൂഷകൾക്ക് വിരുദ്ധമല്ലേ ആ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ചിന്തിച്ച് നിങ്ങൾ കെട്ടുപാടുകളിൽ നിന്നൊക്കെ പുറത്തു വന്ന് കർത്താവിൻ്റെ വിശുദ്ധന്മാരോടുകൂടെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ വേണ്ടി ഉത്സാഹിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഹ്വാനം. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് ആത്മാവിൽ സത്യത്തിലുമുള്ള ആരാധന, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കാനൊക്കെ തോന്നും. അതൊന്നും സാരമില്ല, ഞങ്ങൾ പറയാനുള്ളത് പറയുകയാണ്. ഇതാണ് അതിൻ്റെ രീതികൾ. അങ്ങനെ നമ്മുടെ ആയുസ് ധന്യമാക്കുക. കാഹളം ധരിച്ച് കർത്താവിനോടുകൂടെ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ നഗരമായ പുതിയ യെരുശലേമിൽ കർത്താവിനോടുകൂടെ യുഗകാലം വാഴുക. അല്ലാതെ വേറെ കഥയൊന്നും പറയാനില്ല. അതിനു വേണ്ടിയുള്ള വഴികളും വഴിത്താരകളുമാണ് ഇവിടെ തുറന്നു വയ്ക്കുന്നത്. അതിലേക്കുള്ള ചൂണ്ടുപലകകളാണ് നമ്മൾ പലപ്പോഴും വിശുദ്ധന്മാരുടെ നടുവിൽ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ടു. മറ്റൊരു സഹോദരൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രസംഗത്തിൽ ദൈവാലയം തകർന്നെന്നും പിന്നെ തിരശ്ശീല ചിന്തിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
ഇതൊക്കെ തകർന്നിട്ട് ഇപ്പോൾ 2000 കൊല്ലമായില്ലേ അങ്ങനെയാണെങ്കിൽ. ദൈവാലയമില്ല, പൗരോഹിത്യമില്ല, ഒന്നുമില്ല. എന്നിട്ടും 2000 കൊല്ലമായിട്ട് നിങ്ങൾ ദശാംശം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുത്താ തന്നത്, നമുക്കുണ്ട് ഒരു കുത്താ തന്നത്. ആ കുത്ത് സർവാത്മന നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദര, നിങ്ങൾ എഴുതിയത് വാസ്തവമാണ്. പുതിയ നിയമസഭയിൽ ദശാംശം എന്ന് പറയുന്നൊരു ഏർപ്പാടില്ല. നിങ്ങൾ ഒരു ചെറിയ കുത്ത് തരാൻ വേണ്ടിയിട്ട് എഴുതിയെങ്കിലും അതിനകത്ത് വാസ്തവമുണ്ട്. എല്ലാ കാര്യങ്ങളെയും നമ്മൾ നിരാകരിക്കുകയല്ല. ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അത് പെന്തിക്കോസുകാരൻ ചെയ്താലും ഓർത്തഡോക്സുകാരൻ ചെയ്താലും കത്തോലിക്കൻ ചെയ്താലും നഖശികാന്തു എതിർക്കും. അതാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ജീവിതമുള്ളവരുടെ പ്രത്യേകത. അവരുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെ ന്യായീകരിക്കുകയല്ല, വചനവിരുദ്ധമായ കാര്യങ്ങളെ മറച്ചു വയ്ക്കുകയല്ല, സമ്മതിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ വാങ്ങുന്നവരല്ല സ്നേഹിത, ഞങ്ങൾ അങ്ങനെ വാങ്ങുന്നവരല്ല, ഞങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാറില്ല. അതേസമയം പുതിയ നിയമസഭയിലെ എക്കണോമിക്സിനോടുള്ള ബന്ധത്തിൽ അതിന് ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാർ. അതെങ്ങനെയായിരിക്കണമെന്ന് കൊരിന്ത് ലേഖനത്തിലുണ്ട്, ഗലാത്യ ലേഖനത്തിലുണ്ട്. പുതിയ നിയമത്തിൽ പല ലേഖനങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആത്മാർത്ഥമായി വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാകും. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവവചനം പഠിക്കുന്നവർ അത് ചെയ്യേണ്ടതാണെന്നൊക്കെയാണ് അതിൻ്റെ ഉത്തരം. അപ്പം നിങ്ങളൊക്കെ നിങ്ങളായിരിക്കുന്ന കൂട്ടങ്ങളിലൊക്കെ ശുശ്രൂഷകരോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളുക. ദശാംശം എന്നുള്ളൊരു കാര്യം പുതിയ നിയമത്തിൽ ഇല്ലെന്ന് പറഞ്ഞെന്ന് കരുതി നിങ്ങളുടെ ശുശ്രൂഷകന്മാരെയൊക്കെ നിങ്ങൾ സന്ധിക്കുക. അതുപോലെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലെ ഉത്സാഹങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതെല്ലാം ആത്മപ്രേരിതമായിരിക്കണം. ഇമോഷണൽ ആകരുത്. നിങ്ങളുടെ തോന്നലുകളിൽ നിന്ന് ഓരോന്ന് ചെയ്യാനല്ല ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രേരണകൾക്ക് അനുസരിച്ച് അതിനെ അനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. അപ്പോൾ ആ വാത്സല്യ സഹോദരൻ പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങൾ തീർച്ചയായും അതിനെ ഉൾക്കൊള്ളുന്നു. താങ്കൾ പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ട്. ദൈവാലയവും ശുശ്രൂഷകന്മാരും ഒക്കെയുള്ള ബന്ധത്തിലാണ് 10-1 എന്ന വിഷയം. അതൊരു നിർബന്ധമാണ്. 10-1 എന്ന് പറയുന്നത് നിർബന്ധമാണല്ലോ, നിശ്ചയമായും കൊടുത്തേ തീരൂ. അങ്ങനെയല്ല പുതിയ നിയമത്തിൻ്റെ ടീച്ചിങ്. ഇവിടെ ഒരു നിർബന്ധവും. ഇവിടെ സന്തോഷത്തോടെയാണ് കൊടുക്കേണ്ടത്. ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. അതൊക്കെയാണ് പുതിയ നിയമത്തിൻ്റെ രീതി. അപ്പോൾ ആ കാര്യം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് സഹോദരങ്ങളെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് കഷ്ടാനുഭവാഴ്ച എന്നുള്ള നിലയിലാണ് ലോകം മുഴുവനും അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പള്ളികളിലും മറ്റുമൊക്കെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തിരുക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഴ്ചയായിരുന്നു. തിരുക്കർമ്മങ്ങൾ, അങ്ങനെ പലവിധമായ കർമ്മങ്ങൾ ഓശാനയിൽ ആരംഭിക്കുകയായിരുന്നു. ഓശാന മുതൽ ഈസ്റ്റർ വരെ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓശാന മുതൽ നമ്മുടെ കൊട്ടാരക്കരക്കാരൻ കട്ടപ്പനയിൽ തകർക്കുന്നുണ്ട്. പെസക മുതൽ ഈസ്റ്റർ വരെ. വേറെ കുറേ പുള്ളികളുമുണ്ട് പെസക മുതൽ ഈസ്റ്റർ വരെ. പക്ഷേ ഭയങ്കര പരിപാടികളൊക്കെയാണ് നടക്കുന്നെങ്കിലും പെസക എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നൊന്നും ഇവരൊന്നും വിശദീകരിക്കുന്നില്ല. ഇവരെല്ലാം ജനത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കട്ടപ്പനയിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുമൊക്കെ ഓരോരോ പ്രോഗ്രാം വെച്ച് അവിടെയെല്ലാം ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂകളൊക്കെയല്ലേ നടത്തുന്നത്. ജനത്തിൻ്റെ ശാപം മുറിച്ചു കൊടുക്കുന്നു. പിന്നെ സാമ്പത്തിക അഭിവൃദ്ധി. പെസക എന്താണെന്ന് അറിഞ്ഞാൽ നിൻ്റെ നാക്ക് പൊങ്ങുമോ കൊട്ടാരക്കരക്കാരാ? പെസക എന്ന് പറഞ്ഞാൽ മുട്ട് കൂട്ടിയിടിക്കണം. പെസക, സംഹാരകൻ കടന്നു പോകുന്ന സന്ധ്യായാമം. ഇവിടെ ഇസ്രായേൽ ആ രക്തത്തിൻ്റെ മറവിൽ രക്ഷപ്പെട്ട ആ നിമിഷങ്ങൾ അത് ഓർക്കേണ്ടതാണ്. പെസക എന്ന് പറഞ്ഞാൽ കളിയാണോ? കുഞ്ഞുകളിയാണോ? ഭയങ്കര ഭയാനകമായൊരു വിടുതലാണത്. മിസ്രൈമിൽ അലമുറയിടുമ്പോൾ ഇസ്രായേലിയുടെ കുടുംബങ്ങളിൽ സന്തോഷമാണ്, ആനന്ദമാണ്. കാരണം സംഹാരകൻ കടന്നു പോയിരിക്കുന്നു. അത് ആനന്ദമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ദൈവീകമായ ഭയപ്പാട് വരുന്നില്ലേ? അല്ലേ? സംഹാരകൻ കടന്നു പോവുകയാണ്. രക്തത്തിൻ്റെ മറവിൽ അവർ മറഞ്ഞ് രക്ഷപ്പെടുകയാണ്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ പെസക കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ രക്തത്തിൻ്റെ മറവിൽ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴുകുകയാണ്. ഇതൊക്കെയാണോ കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഈ ബിരുദന്മാർ പ്രസംഗിക്കുന്നത്? ഇതൊക്കെയാണോ ലോകം മുഴുവനും ഈ പെസക മുതൽ ഈസ്റ്റർ വരെ എന്ന് പറയുന്ന കേമന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? ഇതാണോ? ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പെസകയോടുള്ള ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞല്ലോ സഹോദരങ്ങളോടൊക്കെ. പെസക എന്ന് പറയുന്നത് എന്നാ സഹോദരങ്ങളെ? എന്താ പെസകയുടെ പ്രസക്തി? എൻ്റെ ചോദ്യം സിമ്പിളല്ലേ? പെസക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് എന്താന്ന്? അപ്പോൾ ചിലർ പറഞ്ഞു അത് രക്തം ഇങ്ങനെ കട്ടിലയുടെ നെടുമ്പടിമേലും കുറുമ്പടിമേലും പുരട്ടുന്നതാന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു അപ്പം നുറുക്കി തിന്നുന്നതാന്ന് പറഞ്ഞു. കയ്പിച്ചീരയുടെ കാര്യം ആരും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. ഞാനതിനൊരു മറുപടി പറഞ്ഞു.
നിങ്ങളൊരു വീട് വയ്ക്കുമ്പോൾ അതിന് കാർ പോർച്ചുണ്ട്, ടോയ്ലറ്റുണ്ട്, പിന്നെ അങ്ങനെ സ്റ്റോർ റൂമുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബിൽഡിങ് കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അത് അവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഒരു സ്റ്റോർ റൂം പണിയാന്ന് ആരെങ്കിലും പറയുമോ? ഞാനിവിടെ ഒരു ടോയ്ലറ്റ് പണിയാന്നാണോ പറയുന്നത്? ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗം മാത്രമല്ലേ ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ കോർ കേസ് എന്താണ്, അതിൻ്റെ കോർ എന്താണെന്നുള്ളതല്ലേ പറയേണ്ടത്. പെസഹ എന്ന് പറയുമ്പോൾ എന്താ? പെസഹയുടെ ആടിനെ അറക്കുന്നു. ആബീബ് മാസം 10-ാം തീയതി ഒരു ആടിനെ വാങ്ങണം. എന്നിട്ട് അത് ഊനമുള്ളതാണോ അല്ലയോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. അത് യഹോവയുടെ പെസഹ കേട്ടോ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് യഹൂദന്മാരുടെ പെസഹ എന്നൊക്കെയാണ്. ശരിക്കും അത് യഹോവയുടെ പെസഹയാണ്. അത് കാലാന്തരത്തിൽ അതൊക്കെ ലോപിച്ച് അങ്ങനെയാണല്ലോ എല്ലാം. അപ്പം സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. പെസഹയുടെ പ്രത്യേകത എന്താ? ഒരാടിനെ വാങ്ങുന്നു. ആ ആടാണ് കേന്ദ്ര വിഷയം. ആ ആടിൽ നിന്ന് നമ്മുടെ ആളുകൾ എന്തെല്ലാം വർത്തമാനം പറഞ്ഞെന്ന് നോക്കണേ. എല്ലാവരും അടുത്തൊന്നുമല്ല, അകലെ ആയിരുന്നുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഭയങ്കരമായ ദേഷ്യം വന്നേനെ എനിക്ക്. പെസഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ കേന്ദ്ര ബിന്ദു പെസഹ കുഞ്ഞാടല്ലേ, അല്ലാതെ അപ്പം നുറുക്കി തിന്നുന്നതോ പാല് കാച്ചി കുടിക്കുന്നതല്ലോ ആണോ? രക്തം പുരട്ടുന്നതൊക്കെ അടുത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താ? കുഞ്ഞാടാണ് മുമ്പിൽ വരേണ്ടത്. ഊനമില്ലാത്ത കുഞ്ഞാട്. അപ്പോൾ ആ കുഞ്ഞാടിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് പെസഹായുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ആടിനെ വാങ്ങിച്ചു. 10-ാം തീയതി വാങ്ങി. ഇനി 14-ാം തീയതി ആടിനെ അറുക്കേണ്ടതുണ്ട്. 14-ാം തീയതി ആടിനെ അറുക്കണം. സന്ധ്യാസമയത്ത് അറുക്കണം എന്ന് പറഞ്ഞാൽ, സന്ധ്യ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മലയാളിയുടെ ഉള്ളിലൂടെ തിരിഞ്ഞു പോകുന്നത് എന്താ? സന്ധ്യ എന്ന് പറയുമ്പോൾ മലയാളിയുടെ ഉള്ളിലൂടെ കത്തിപ്പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു 7 മണി 6 മണി ഒക്കെ ആകുമ്പോൾ ഒരു സന്ധ്യ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. യഹൂദരെ സംബന്ധിച്ച് അവർക്ക് 2 സന്ധ്യയുണ്ട് സഹോദരങ്ങളെ. അവരെ സംബന്ധിച്ച് 3 മണിയാണ് സന്ധ്യ എന്ന് പറയുന്നത്. അതായത് വെയിൽ ചായുന്ന സമയം, അതാണ് സന്ധ്യ. അത് കഴിഞ്ഞിട്ട് സൂര്യൻ അങ്ങ് അസ്തമിക്കുന്ന സമയമുണ്ട്, അതാണ് 6 മണി. അതാണ് സന്ധ്യയുടെ 2ാം ഭാഗം. അപ്പോൾ സന്ധ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2 ചിന്തിച്ചോണം. യഹൂദൻ്റെ സന്ധ്യ 3 മണിയും 6 മണിയും, അതിനൊക്കെ പ്രസക്തിയുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ, അന്നാണ് പെസഹ കുഞ്ഞാടിനെ അറക്കുന്നത്. ആബീബ് മാസം 14-ാം തീയതി. ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അറക്കുക എന്ന് പറയുമ്പോൾ 3 മണിയാണ് സമയം. 3 മണിക്ക് മുൻപ്, 1 മണിക്കൂർ മുൻപ് തന്നെ അവർ ഇതിനെ അറുക്കാനും അതിൻ്റെ കാര്യപരിപാടിയൊക്കെ ആരംഭിക്കും. 3 മണിയോടുകൂടി ആ കാര്യങ്ങൾ ഏതാണ്ട് ഒരു പൂർത്തീകരണത്തിലേക്ക് വരാൻ പാകത്തിനാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 3 മണിയോടുകൂടി. നമ്മൾ ഈ വിഷയത്തിൽ എന്തെന്നാണ് പഠിച്ചിരിക്കുന്നത്? കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു യേശു തന്നെയെന്ന്. അപ്പോൾ ക്രിസ്തു യേശു ആരെന്നാ വായിക്കുന്നത്? പെസഹ കുഞ്ഞാടാണ്. യഹൂദൻ അവൻ്റെ ദൈവാലയത്തിൽ പെസഹ കുഞ്ഞാടിനെ അറക്കുകയാണ്. അതേസമയം ദൂരത്തുള്ളവരൊക്കെ അവരുടെ വീടുകളിലും പെസഹ കുഞ്ഞാടിനെ അറക്കും, പെസഹയുടെ ആടിനെ അറക്കും. ഈ പറയപ്പെട്ട ദിവസം കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ യെരുശലേം ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടിനെ അറക്കും. സെയിം ടൈമിൽ തന്നെ ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തു അറുക്കപ്പെടണം, സെയിം ടൈമിൽ തന്നെ. അപ്പോൾ അവർ പെസഹ കുഞ്ഞാടിനെ അറുക്കാനായിട്ട് ഒരുമിച്ച് കൂടുന്ന ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്, അല്ലാതെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒന്നുമല്ല. യഹൂദൻ്റെ ദിവസം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ അവൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയ്ക്ക് 6 മണിക്കാണ്. ഒരു ദിവസം ആരംഭിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് രാത്രി 12 മണിക്കാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മുടെ ഒരു ക്രമം? ഇപ്പോൾ ഈ ഗ്രിഗോറിയൻ കലണ്ടർ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അവരുടെ രീതി അനുസരിച്ച് സന്ധ്യയ്ക്ക് 6 മണിക്ക് ഒരു ദിവസം ആരംഭിക്കുന്നു. അവിടെ മുതൽ അടുത്ത സന്ധ്യ വരെയാണ് ആ ദിവസം. അടുത്ത സന്ധ്യയ്ക്ക് അടുത്ത ദിവസം ആരംഭിക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? സന്ധ്യാസമയത്താണ് പെസഹ ആചരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് 3 മണി സമയമാണെന്നും പറഞ്ഞു. പെട്ടെന്ന് കേട്ടാൽ ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കുക, വാക്യങ്ങളൊക്കെ വരും, അതൊക്കെ നോട്ട് ചെയ്യുക, പഠനത്തിലേക്ക് കടക്കുമ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകും. ഈ ദിവസത്തെക്കുറിച്ച് ഞാനും അധികം ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ദിവസത്തെക്കുറിച്ച് പൊതുവെ നമ്മൾ പെസഹ എന്ന് പറയുമ്പോൾ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഇങ്ങനെയൊക്കെയാണ് കേട്ടതും പഠിച്ചതും. നമ്മുടെ പാരമ്പര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. യഹൂദ സമ്പ്രദായങ്ങളെക്കുറിച്ച് നമ്മുടെ ഇടയിൽ അങ്ങനെ വ്യാപകമായൊരു പഠനമില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇത് ഈ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ മന്ത്രിച്ച് ഇട്ടിരിക്കുകയാണല്ലോ. അതൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്.
വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ പെന്തക്കോസ്റ്റിലെ പാസ്റ്റർമാരുടെ ഒരു സ്വഭാവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേദവസം തുറന്ന് ആകെ കണ്ണ് തുറന്നാൽ കാണാൻ കഴിയുന്ന ഒരേ ഒരു പുള്ളിയുള്ളൂ, അബ്രഹാമും പിന്നെ പുള്ളിയുടെ തൊഴുത്തു. ഈ അബ്രഹാമും തൊഴുത്തും മാത്രം പറഞ്ഞ് 360 ദിവസം തള്ളി നീക്കും. അങ്ങനെ 3 വർഷം തള്ളി നീക്കുമ്പോൾ ഈ പാസ്റ്റർക്ക് ട്രാൻസ്ഫറായി അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്ന് പുള്ളി അബ്രഹാമും തൊഴുത്തും ആടും മാടും നാൽക്കാലിയൊക്കെ പറഞ്ഞ് 3 കൊല്ലം കഴിയും. അതല്ലാതെ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണമോ പഠനമോ പെസഹായുടെ ഗൗരവമോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആ സീരിയസ്നെസ്സോ ഇതൊന്നും ആളുകളെ ധരിപ്പിക്കുന്നില്ല. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് സിങ്ക് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തണം. പുതിയ നിയമവും പഴയ നിയമവും കൂടെ കൺമുമ്പിൽ നിർത്തണം. തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തുവിൻ്റെ ജനനവും മരണവും എല്ലാ കാര്യങ്ങളും നിറവേറിയത് ധരിപ്പിക്കണം. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താ സഹോദരങ്ങളെ, നമ്മൾ വ്യാഴം എന്ന് പറയുന്ന ആ വ്യാഴം യഹൂദൻ ആരംഭിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് 6 മണിക്കാണ്. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് അവൻ്റെ വ്യാഴം ആരംഭിക്കുക. ആ പകലാണ് ഈ ആബിബ് മാസം 14-ാം തീയതി ആടിനെ അറക്കേണ്ടത്. അതിന് തൊട്ട് മുൻപാണ് ആടിനെ അറക്കേണ്ടത്. അതാണ് ബുധനാഴ്ച എന്ന് പറയുന്ന ദിവസം വരുന്നത്. നമുക്കത് കണക്കൂട്ടി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം പ്രഭാതം മുതൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിക്കുകയാണ്. 3 മണി സമയത്തോടു കൂടി ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. യെരുശലേം ദേവാലയത്തിൽ അവരുടെ മഹാപുരോഹിതൻ അവരുടെ പുരോഹിതന്മാരും ചേർന്ന് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ പ്രാണൻ പിടഞ്ഞ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കുന്ന സമയമാണത്. അപ്പോൾ ക്രൂശീകരണം നടക്കുന്ന എപ്പോഴാണ്? അന്ന് പ്രഭാതത്തിൽ 9 മണിക്കാണ് ക്രൂശീകരണം നടക്കുന്നത്. പ്രഭാതയാഗത്തിൻ്റെ സമയത്ത് രാവിലെ 9 മണിക്ക്. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് എന്താ സംഭവിച്ചത്? പ്രാണൻ വിടുകയാണ്, അഥവാ ആത്മാവിനെ പിതാവിൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കുന്നു. നമ്മളതിൻ്റെ അത്യാവശ്യം വിശദീകരണമൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളാണ്. അത്യാവശ്യം വിശദീകരണങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലെ ഓരോരോ നിമിഷങ്ങൾ, ആ 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ദേശത്തെല്ലാം ഇരുട്ടുണ്ടായ സമയത്ത് എന്തെന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ നേരത്തെ വിശദമായി ചിന്തിച്ചിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ അതിൻ്റെ ഒടുവിലാണ് പറയുന്നത്, ആ സമയത്ത് കർത്താവ് പ്രാണനെ വിടുകയും തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന സമയം. അവിടെയാണ് യഹൂദൻ്റെ പെസഹ നടക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? പെസഹ വ്യാഴാഴ്ച എന്ന് പറയും, പിറ്റേ ദിവസം. അതായത് യഹൂദനെ സംബന്ധിച്ച് പിന്നെ പിറ്റേ ദിവസത്തേക്ക് വരാൻ കഴിയില്ല. ഈ 14-ാം തീയതി തന്നെ ആടിനെ അറക്കണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് ആടിനെ അറക്കണം. അതിനുള്ള തെളിവുകളായിട്ട് 2-3 വാക്യങ്ങളെ വായിക്കാം. അതിനുള്ള തെളിവുകളായിട്ട് 2-3 വാക്യങ്ങളെ വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് വരാം. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ഗോസ്പൽ ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 31. യോഹന്നാൻ 19:31. അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതുമായതുകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ചെടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പിലാത്തോസിനോട് അപേക്ഷിച്ചു. അപ്പോൾ സഹോദരങ്ങൾ, ഈ വിഷയം കൂടുതൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ശബത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വായിച്ചതിനകത്ത് അന്ന് വലിയ ശബത്ത് എന്നാണ് വായിക്കുന്നത്. വലിയ ശബത്ത്, ഹൈഡേ, വലിയ ശബത്ത്. അതേസമയം മർക്കോസ് 16:1 വായിച്ചേ. മർക്കോസ് 16:1. മാർക്ക് 16 വേഴ്സ് 1. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പുരട്ടേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ഇവിടെ ശബത്ത് കഴിഞ്ഞ ശേഷം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശബത്ത് കഴിഞ്ഞ ശേഷം. അത് ഏത് ശബത്താണെന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അടുത്ത വാക്യം ലൂക്കോസ് 23:56. ലൂക്കോസ് 23:54 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. അന്ന് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചു. ഗലീലിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയിൽ അവന്റെ ശരീരവും വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമളതൈലവും ഒരുക്കി. കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. കണ്ടോ? ഇപ്പം ഇവിടെ ശബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ശബത്തിനെ കുറിച്ച്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ശബത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലേവ്യാപുസ്തകം 23-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ലേവ്യാപുസ്തകം 23-ാം അധ്യായം. ലേവ്യാപുസ്തകം 23-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരേണ്ട ഒരു കാര്യമാണ്. യഹൂദന്മാരുടെ ഉത്സവത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്ന പുസ്തകമാണ് ലേവ്യാപുസ്തകം 23-ാം അധ്യായം. 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 1, 2, 3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതങ്ങ് വായിക്കാം ഷിജു പാസ്റ്ററെ. ലേവ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ.
മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, നിന്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാണിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയുള്ള ശബത്ത്. അന്നൊരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും യഹോവയുടെ ശബത്താകുന്നു. അപ്പോൾ ഈ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മളൊരു ശബത്തിനെ കുറിച്ച് കാണുകയാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ 6 ദിവസം നിങ്ങൾക്ക് അധ്വാനിക്കാം, 7-ാം ദിവസം നിങ്ങൾ സ്വസ്ഥമായിരിക്കണം. അതാണ് നമ്മൾ പറയുന്ന ഈ സാറ്റർഡേ എന്ന് പറയുന്നത്, ശനിയാഴ്ച എന്ന് പറയുന്നത് അതാണ്. ആ ശനിയാഴ്ച ദിവസമാണ് അവർ സ്വസ്ഥമായിരിക്കുന്നത്. അത് എല്ലാ ആഴ്ചയിലും സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇനി അത് കഴിഞ്ഞിട്ട് ലേവ്യപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെ തുറന്നു വായിക്കുക. അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാണിത്. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. നിങ്ങൾ 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം. അന്ന് സാമാന്യ വേലയും യാതൊന്നും ചെയ്യരുത്. 4-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുന്ന കാര്യം, അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത്. അതിൽ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കാണുന്നത്, ആ മാസം തന്നെ 15-ാം തീയതി, അതായത് നെക്സ്റ്റ് ഡേ 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ആ പെരുന്നാൾ 7 ദിവസം നീണ്ടു നിൽക്കും. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. ആ ദിവസത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ നോർമൽ ശബത്തുകളുണ്ട്. അതാണ് ആഴ്ചയുടെ അവസാന ദിവസം വരുന്നത്, നോർമൽ ശബത്തുകൾ. അതുപോലെ ഒരു വർഷത്തിൽ യഹൂദന് എക്സ്ട്രാ വരുന്ന ശബത്തുകളുണ്ട്, എക്സ്ട്രാ വരുന്ന ശബത്തുകൾ. ആ ശബത്തുകളെ കുറിച്ചിട്ടാണ് നമ്മുടെ ആളുകൾ അധികം ചിന്തിക്കാത്തത്, പഠിക്കാത്തത്. എക്സ്ട്രാ വരുന്ന ശബത്തുകൾ. ആ ശബത്തുകളിൽ ഒരു ശബത്തിനെ കുറിച്ച് ഇപ്പോൾ ഈ വായിച്ചത് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ കാണുന്നത്, 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. ആ മാസം തന്നെ 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ അന്ന് ശബത്തായിരിക്കും. അതിനാണ് വലിയ ശബത്തെന്ന് പറയുന്നത്. 1-ാം മാസത്തിലെ ആദ്യത്തെ വലിയ ശബത്തെന്ന് പറയുന്നതാണ് ഈ പറയപ്പെട്ട ശബത്ത്. അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആ ദിവസം ആരംഭിക്കുന്നത് ശബത്തോടു കൂടിയാണ്. ശബത്തോടു കൂടി അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ലെന്നല്ല, സാമാന്യ വേലയൊന്നും ചെയ്യാൻ പാടില്ല. നോർമൽ ശബത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്, സാമാന്യ വേലകളൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ വിശേഷപ്പെട്ടൊരു ദിവസമാണ് ഇത്. വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടുന്ന ശബത്താണ്. നോർമൽ ശബത്ത് പോലെയല്ല, ഇത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടുകയാണ്. അതിന് വലിയ ശബത്തെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് പിന്നെയും ശബത്തുകളുണ്ടായി. 23-ാം അധ്യായത്തിൽ ഉണ്ട്. തുടർന്ന് നമ്മൾ പാവപരിഹാര പെരുന്നാളിനെ കുറിച്ചും കൂടാര പെരുന്നാളിനെ കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോൾ അവിടെ ഈ വലിയ ശബത്തുകൾ അതിനോടുള്ള ബന്ധത്തിലുമുണ്ട്, വലിയ ശബത്തുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആവി മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്, അതായത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ സമയമാണ്, 3 മണിയോടുള്ള സമയത്താണ് പെസഹയുടെ കുഞ്ഞാടിനെ അറക്കുന്നത്. പെസഹയുടെ കുഞ്ഞാടിനെ അറക്കുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ആ സെയിം ഡേയിൽ രാവിലെ ക്രൂശിച്ചു, അത് സത്യമാണ്. പക്ഷേ പ്രാണൻ പിടയുന്നത് ഈ 3 മണിയോടുള്ള സമയത്താണ്. ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് കർത്താവ് മരണത്തിലേക്ക് കടന്ന ആ സമയമാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് 3 മണിക്കൂറാണ് ആകെ ശേഷിക്കുന്നത്. 3 മണിക്കൂർ. 6 മണിയായി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആരംഭിക്കും. അടുത്ത ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. ആ വ്യാഴാഴ്ച എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആരംഭിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. വ്യാഴാഴ്ച എന്ന് പറയുന്നത് ബുധനാഴ്ച വൈകിട്ട് സന്ധ്യയ്ക്ക് 6 മണിക്ക് ആരംഭിക്കുകയാണ്. ആ 6 മണിക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആരംഭിക്കുകയാണ്. ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത് അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യാൻ പാടില്ല. ശബത്ത് ആരംഭിക്കുകയാണ്. നോർമൽ ശബത്തല്ല, വലിയ ശബത്താണ്. അപ്പോൾ ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് ശബത്ത് ആരംഭിക്കുന്നു. അപ്പോൾ അതിനുള്ളിൽ സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനെല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കാൻ മെനക്കെടുന്നില്ല, സമയം കുറവായതുകൊണ്ട്. കാര്യങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് സമയമെടുത്ത് വായിച്ച് ധ്യാനിച്ച് പഠിച്ചോണം.
അതായത് ഈ 3 മണിക്ക് ശേഷം പിന്നീട് കാണുന്ന കാര്യം, ഈ യഹൂദന്മാർ 2 കള്ളന്മാർ അവിടെ ഉണ്ടല്ലോ, ആ കള്ളന്മാരുടെ കാലൊടിച്ച് അവരുടെ ശരീരങ്ങളെ പുറത്തു കൊണ്ടുവരണം. അവർ മരിച്ചിട്ടില്ല. അപ്പോൾ കാലൊടിച്ച് അവരെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ പുറത്തേക്ക് കൊണ്ടുവരണം. കാരണം ഈ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ, അതായത് 6 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. അത് വലിയ ശബത്താണ്. ഈ ശവശരീരങ്ങൾ ഇങ്ങനെ ഈ ക്രൂശെ തൂങ്ങിക്കിടക്കേണ്ടി വരും. അതിനു മുമ്പ് തന്നെ ഇതെടുത്ത് മറവ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. അതുപോലെ അരിമത്തിക്കാരൻ ജോസഫും നിക്കോദീമോസൊക്കെ വന്ന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലും അവർ ശുഷ്കാന്തി വെച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഇങ്ങനെ കള്ളന്മാരുടെ കാര്യത്തിൽ അവരുടെ കാലം കൊടിച്ച് കർത്താവിൻ്റെ അടുക്ക വന്നപ്പോഴത്തേക്കും പ്രാണൻ പോയി എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ ഒരു പടയാളി കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. അങ്ങനെ കുന്തം കൊണ്ട് കുത്തിയ സമയത്ത് വിലാപ്പുറത്തുനിന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. ആൾ മരിച്ചെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ആൾ മരിച്ചു. അപ്പോൾ അതിന് ഒരു പ്രവചന നിവൃത്തി എന്നോണം അവൻ്റെ അസ്ഥികളൊന്നും ഒടിക്കപ്പെടില്ലെന്ന് എഴുതിയിരിക്കുന്ന കാര്യത്തിന് നിവൃത്തി വന്നു എന്നാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നത്. അവൻ്റെ അസ്ഥികളൊന്നും ഒടിക്കപ്പെടുന്നില്ല എന്ന ആ പ്രവചനത്തിന് അവിടെ നിവൃത്തി വരികയാണ്. അപ്പോൾ അങ്ങനെ ബോഡി തകൃതിയായി ക്രൂശിൽ നിന്ന് ഇറക്കുന്നു. അങ്ങനെ ജോസഫും പിന്നെ നിക്കോദീമോസും അങ്ങനെ ചിലരൊക്കെ കൂടി അത്യാവശ്യ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ ഇട്ട് ഈ 6 മണിക്കുള്ളിൽ തന്നെ ബോഡി കല്ലറയിലേക്ക് മാറ്റുകയാണ്. അരിമത്തിക്കാരൻ ജോസഫിൻ്റെ ഇതുവരെ ആരുടെയും ബോഡി വെക്കാത്ത ആ കല്ലറയിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശരീരം മാറ്റുകയാണ്. 6 മണിക്ക് ശബത്ത് ആരംഭിക്കുകയാണ്, വലിയ ശബത്ത് ആരംഭിക്കുകയാണ്. അപ്പോൾ ആ വലിയ ശബത്ത് ആരംഭിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ ഷിജു പാസ്റ്ററെ, യോഹന്നാൻ 19:31. വലിയതുമായതുകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുതെന്ന് വെച്ച് അവരുടെ കാലൊടിച്ചെടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അതിൻ്റെ 33-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കുക. അവൻ്റെ അസ്ഥികളൊന്നും ഒടിക്കപ്പെടുന്നില്ലെന്നുള്ള പ്രവചനത്തിൻ്റെ നിവൃത്തി അവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചേ. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയെന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. അതെ, അതൊരു പ്രവചന നിവൃത്തിയാണ്. അത് എടുത്തെഴുതിയിരിക്കുന്നതാണ്, പഴയ നിയമത്തിൽ ഇത് എടുത്തെഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ 31-ാം വാക്യത്തിൽ വായിച്ചത് അന്ന് ഒരുക്കനാളും വലിയ ശബത്ത് ദിനവുമായിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അതിനു മുമ്പ് തന്നെ പൂർത്തീകരിച്ചു. 6 മണിക്ക് മുമ്പ് തന്നെ ബോഡി കല്ലറയിൽ വെച്ചു. അതിനുശേഷം എല്ലാവരും സ്വസ്ഥമാണ്. ഈ വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്ന ദിവസം എല്ലാവരും സ്വസ്ഥമായിരിക്കുകയാണ്. അത് ശബത്താണ്, വലിയ ശബത്താണ്. ആ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷം വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. ആ വെള്ളിയാഴ്ച അവർക്ക് പ്രവർത്തിക്കാവുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച പ്രവർത്തിക്കാവുന്ന ദിവസമാണ്. ആ വെള്ളിയാഴ്ചയാണ് നമ്മൾ വായിച്ച മർക്കോസ് 16:1. അതും കൂടി ഒന്നുകൂടെ വായിച്ചേ. മർക്കോസ് 16:1. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗ്ഗം വാങ്ങി. അപ്പോൾ ഈ വലിയ ശബത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം വെള്ളിയാഴ്ച, അതായത് വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷം, 6 മണിക്ക് ശേഷമോ പിറ്റേ ദിവസം നേരം വെളുത്തതിന് ശേഷമൊക്കെ, സ്ത്രീകളല്ലേ, 6 മണിക്ക് ശേഷം എന്ന് വെച്ചാൽ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ അവരൊരു കാര്യപരിപാടിക്കൊന്നും പോകില്ല. അടുത്ത ദിവസം പ്രഭാതത്തിൽ പകൽ സമയം, അന്ന് വൈകിട്ട് 6 മണി വരെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ കർത്താവിനെ പൂശാനുള്ള സുഗന്ധവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ച് അവർ സജ്ജമായി. അവർക്കത് പൂശാൻ ആ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ വാങ്ങിയെങ്കിലും ആ കാര്യം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അന്ന് വൈകിട്ട് 6 മണിക്ക് വീണ്ടും അടുത്ത ശബത്ത് ആരംഭിക്കുകയാണ്. ശനിയാഴ്ചത്തെ ശബത്ത് ആരംഭിക്കുകയാണ്. ശനിയാഴ്ചത്തെ ശബത്ത് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് അടുത്ത ശബത്ത് ആരംഭിക്കുകയാണ്. നോർമൽ ശബത്ത്, ആഴ്ചയുടെ ഒടുവിലുള്ള ശബത്ത് ആരംഭിക്കുകയാണ്. ആ ശബത്ത് ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ നീണ്ടു നിൽക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ. ആ 6 മണിക്ക് ശേഷം പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. അതായത് ഞായറാഴ്ച ആരംഭിക്കുകയാണ്. ആ 6 മണിക്ക് ശേഷം, അതായത് സാറ്റർഡേ 6 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും കർത്താവിൻ്റെ ഉയർപ്പ് സംഭവിക്കാം. അത് സൂക്ഷ്മ സമയമൊന്നും നമുക്കറിയില്ല. ഈ പറയപ്പെട്ട സമയത്തിന് ശേഷമാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് പ്രഭാത സമയത്ത് മഗ്ദലക്കാരത്തി മറിയ, ഇരുട്ടുള്ളപ്പോൾ തന്നെ, പ്രഭാതം എന്ന് പറയാൻ പറ്റില്ല, അതിന് മുന്നമേ തന്നെ അവൾ കല്ലറയ്ക്കലെത്തി കാണാൻ ശ്രമിച്ചത്. ബാക്കി സഹോദരിമാരും മറ്റുള്ളവരൊക്കെ നേരം വെളുത്തതിന് ശേഷമാണ് കല്ലറയ്ക്കലെത്തിയത്.
കല്ലറയ്ക്കലെത്തിയത്. അപ്പോഴാണ് ഈ ദൂതൻ സംഭാഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. മറിയോട് സംസാരിക്കുന്നുണ്ടല്ലോ, ദൂതൻ സംസാരിക്കുന്നുണ്ട്, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ സഹോദരങ്ങളെ ഒരു വാക്യം കൂടി ഉണ്ടല്ലോ, അതായത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം, മത്തായി 12:40. ആ വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞിട്ട് ഇതിലെ ചില കീ പോയിൻറ്റ്സ് ഉണ്ട്. ആ കീ പോയിൻറ്റ്സ് ഇന്നതാണെന്ന് പറയാം, അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. ഇത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് അനവധി ചോദ്യങ്ങൾ സെക്യുലർ വേൾഡിൽ നിന്ന് വരാറുണ്ട്. അപ്പം നമ്മുടെ ക്രൈസ്തവ ലോകം, അത് പെന്തിക്കോസുകാരാകട്ടെ, ഓർത്തഡോക്സുകാരാകട്ടെ, കത്തോലിക്കരാകട്ടെ, അതിനൊക്കെ പല തരത്തിലുള്ള ഈ കഷായങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം കൃത്യമായി ഇവിടെ നിറവേറി. 3 പകലും 3 രാവും കർത്താവ് ഭൂമിക്കടിയിലിരുന്നു. യോന കടലാമയുടെ ഉള്ളിലിരുന്നത് പോലെ തന്നെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. അങ്ങനെ തന്നെ ഇരുന്നു. അതിൻ്റെ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരു ദിവസം ആരംഭിക്കുകയാണല്ലോ. ബുധനാഴ്ച വൈകിട്ട് 6 മണി മുതൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണി വരെ ഒരു രാത്രി. വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി വരെ അടുത്ത രാത്രി, അല്ലേ, അടുത്ത രാത്രി. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച 6 മണി മുതൽ ശനിയാഴ്ച 6 മണി വരെ അടുത്ത രാത്രി. അങ്ങനെ 3 രാത്രി കഴിഞ്ഞു. അതുപോലെ തന്നെ 3 പകലും കഴിഞ്ഞു പോയി. 3 പകലും 3 രാത്രിയും. ആ പ്രവചനങ്ങൾ കൃത്യമായി നിറവേറുകയാണ്, അല്ലെ? കർത്താവ് മുന്നമേ പറഞ്ഞ കാര്യത്തിൻ്റെ നിവൃത്തീകരണമാണ് ഈ 3 ദിവസം. ഇപ്പം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. പരമ്പരാഗതമായിട്ട് പെസഹ വ്യാഴാഴ്ച ആപ്പം നുറുക്കി തിന്ന് ഇച്ചിരി പാലൊക്കെ കാച്ചി കുടിച്ച്, അന്നും വേണമെങ്കിൽ നമ്മുടെ നസ്രാണികൾ ഒരു ചെറിയ ക്വാർട്ടറൊക്കെ കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച മുതൽ ദുഃഖത്തിലാണ്. ദുഃഖം വീടുന്നത് എന്നാ ഞായറാഴ്ചത്തേക്കേ വീടുള്ളൂ. നമ്മുടെ സഹോദരങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നസ്രാണി ലോകത്തോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്, ഈ തവണ ഏത് രൂപതയായിരിക്കും 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നതെന്ന്. ഏത് രൂപതയായിരിക്കുന്നത്? അപ്പോൾ പല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇരിങ്ങാലക്കുട രൂപതയായിരുന്നു 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ കൊല്ലം അല്ല, ഒരു 3-4 കൊല്ലമായിട്ട്, 2-3 കൊല്ലമായിട്ട് അവർ തന്നെയാണ്. അതിനു മുമ്പ് പാലാ രൂപത ഒരു തവണ കൊണ്ടുപോയി. അതിനിടയിൽ കൊല്ലം രൂപത കൊണ്ടുപോയി. ചങ്ങനാശ്ശേരി ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് തൊട്ട് പുറകിൽ എത്താൻ പാകത്തിന്. ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരിങ്ങാലക്കുട രൂപതയിൽ 2 പട്ടണങ്ങളുണ്ട്, ഒന്ന് ചാലക്കുടിയും ഒന്ന് ഇരിങ്ങാലക്കുടയും. കഴിഞ്ഞ വർഷം ചാലക്കുടി 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 3-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇരിങ്ങാലക്കുട. 2-ാം സ്ഥാനം പാല കൊണ്ടുപോയി. ഇതെല്ലാം സത്യക്രിസ്ത്യാനിയുടെ സ്ഥലമാണ്, അവിടെ വേറൊരു മനുഷ്യരുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി അളന്നു തൂക്കി പഠിക്കുന്ന ആൾക്കാരാണ്. അവിടുത്തെ കാനോഷ്മാരിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, കൃത്യമാണ്. കുറച്ച് ഹിന്ദുക്കളായ സാധുക്കളുണ്ട് ഈ ചാലക്കുടിയിൽ ഇരിങ്ങാലക്കുടയിലൊക്കെ. വേറെ മുസ്ലിങ്ങളോ പെന്തിക്കോസുകാരെന്നൊന്നും പറയുന്ന അവിടെയൊന്നും മരുന്നിനില്ലെന്ന് എൻ്റെ ഒരറിവ്. ഉണ്ട്. ചാലക്കുടിയിലൊക്കെ പെന്തിക്കോസുണ്ട്, ഉള്ളതും ഇല്ലാത്തതും കണക്കാന്നൊക്കെ ഉള്ളതാണ് ക്ലോവയുടെ ആൾക്കാർ പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. ക്ലോവയുടെ ആൾക്കാർ പറയുന്നത് ചാലക്കുടിയിൽ പെന്തിക്കോസുകാർ ഉള്ളതും ഇല്ലാത്തതും കണക്കാന്നുള്ള രീതിയിലാണ്. അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയൊക്കെ മിക്കവാറും പ്രസംഗിക്കുന്ന ഈ അബ്രഹാമിൻ്റെ തൊഴുത്താണെന്നാണ് പറയുന്നത്. പെസഹ കുഞ്ഞാടിനെ കുറിച്ച് അങ്ങനെ പ്രസംഗിക്കില്ല. അബ്രഹാമിൻ്റെ തൊഴുത്ത്, അതിൻ്റെ മനോഹരത്വമൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പെന്തിക്കോസ് വളരുന്നത്? അവിടെയൊക്കെ ജനം ആത്മാവിൽ വളരുമോ? അപ്പം നമ്മളെന്താ പറഞ്ഞു വന്നത്? ഇതൊരു പ്രവചന നിവൃത്തി പോലെ കണക്കാക്കുക, ഈ 3 പകലും 3 രാവും അതിവിടെ സംഭവിച്ചു എന്നുള്ള കാര്യം. ഇനി ഇതിനകത്ത് പറഞ്ഞു വന്നതിലെ ഗൗരവങ്ങൾ എന്താണ്? ഗൗരവങ്ങൾ, ഒന്നാമത്തെ ഒരു പ്രധാന വിഷയമാണ് ശബത്ത് എന്ന് പറയുന്നത്. ശബത്തിനെ കുറിച്ചുള്ളൊരു ധാരണ മാറിക്കിട്ടി. ഈ ആഴ്ചയുടെ ഒടുവിലുള്ള ശബത്ത് എന്നുള്ളതാണ് നിങ്ങളിൽ ഏറിയ പങ്കും ചിന്തിച്ചിരുന്നത്. നിങ്ങളെയല്ല, എനിക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ വലിയ ശബത്തുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നില്ല. യഹൂദനെ സംബന്ധിച്ച് അവന് 6 or 7 വലിയ ശബത്തുണ്ട്. ആ ശബത്തുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് ഈ പെസഹ കഴിഞ്ഞാൽ തൊട്ട് പുറകെ വരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവമാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ അവിടെ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടതുണ്ട്, അവിടെ സാമാന്യ വേലയൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട്, അവിടെ ശബത്ത് ആചരിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവിടെ വ്യാഴാഴ്ച ദിവസം ശബത്തായി. ബുധനാഴ്ച വൈകിട്ട് ക്രൂശീകരണം നടന്നു കഴിഞ്ഞാൽ സന്ധ്യ കഴിയുമ്പോൾ പിന്നെ വ്യാഴാഴ്ചയായി, അവിടെ ശബത്ത് ആരംഭിച്ചു. ആ ശബത്തിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, സഹോദരിമാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബോഡി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കല്ലറയിൽ വെച്ചു.
ഈ സഹോദരിമാർ അവരുടെ ഉത്സാഹത്തിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വലിയ ശബത്തും കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച ദിവസം അവർ കാര്യങ്ങളൊക്കെ അടുപ്പിച്ചു വെച്ചു. പിന്നെ അടുത്ത ശബത്ത് വരികയാണ് ശനിയാഴ്ച. അന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ശബത്ത് കഴിയുന്ന ദിവസമാണ് അതികാലത്ത് ഇവർ കല്ലറയ്ക്കലെത്തുന്നത്, ശരീരത്തിൽ പൂശുവാനുള്ള എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ആയിട്ട്. അന്നേരം ദൂതൻ പറയുന്നത്, യെരൂശലേം പുത്രിമാരെ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവനിവിടെ ഇല്ല. കല്ലറകൾ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ വലിയ ആഴങ്ങളും അർത്ഥങ്ങളും ഉണ്ട്. രണ്ടാമത്തൊരു കാര്യം പറഞ്ഞത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. അറിയാൻ മേലാത്തതുകൊണ്ടല്ല, അത് നമ്മുടെ മെമ്മറിയിലേക്ക് അങ്ങ് കടന്നു വരാത്തൊരു കാര്യമായതുകൊണ്ടാണ്. യഹൂദൻ്റെ ദിവസം ആരംഭിക്കുന്ന എന്നാണെന്നുള്ളത് ക്ലിക്കാകുന്നില്ല പലർക്കും. അതൊക്കെ ക്ലിക്കായി വന്നാൽ ഈ കാര്യത്തിന് ഉത്തരവാ പെട്ടെന്ന്. യഹൂദൻ്റെ ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞാൽ ശബത്തിനെ കുറിച്ചുള്ളൊരു പഠനം നിൽക്കുകയാണ്. രണ്ടാമത്തെ ദിവസത്തെക്കുറിച്ചുള്ളൊരു പഠനം. മൂന്നാമത്തെ മർമ്മപ്രധാനമായ കാര്യം, അതാണ് ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത്. പെസഹ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള നസ്രാണികളെല്ലാം വ്യാഴാഴ്ച പെസഹ ആചരിച്ചിട്ട് വെള്ളിയാഴ്ച കർത്താവ് ക്രൂശിക്കപ്പെട്ടെന്ന് പറയുക. ലോക തോൽവിയല്ലേ അത്? സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചേ, അതിൻ്റെ യുക്തിക്ക് ചിന്തിച്ചേ നിങ്ങൾ. പെസഹ എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞാടിനെ അറക്കുന്നതാണ് പെസഹ. അപ്പോൾ ആ സെയിം ടൈമിൽ ആരെ അറക്കണം? യേശു ക്രിസ്തു എന്ന ദൈവ കുഞ്ഞാടിനെ അറക്കണം. അതിന് മലയാളക്കരയിലും ലോകമെമ്പാടുമുള്ള നസ്രാണികൾ വെള്ളിയാഴ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ് അറക്കാനായിട്ട്. വെള്ളിയാഴ്ചയാണ് അവർ നഗരി കാണിക്കലും പിന്നെ കയ്പ് ചീര കുടിക്കലും എന്താ സ്ലീബാവണക്കമൊക്കെ. നമുക്ക് അടുത്ത ദിവസം സ്ലീബാവണക്കം ഒന്ന് നോക്കണം കേട്ടോ. ഒന്നാമത് ഈ കൂട്ടരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളിച്ച തെറി കേൾക്കേണ്ടി വരും. വേറെ പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോട്ട് ചെയ്ത് പറഞ്ഞാൽ മനുഷ്യന് ബുദ്ധി ഉദിക്കട്ടെ എന്ന് ഓർത്താണ് ഇതൊക്കെ പറയുന്നത്. സരസ്വതി പറഞ്ഞു കളയും കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. എനിക്ക് പേടിയതല്ല, സ്ത്രീകളും കുട്ടികളൊക്കെ വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ യൂട്യൂബും കമൻറ്റ് ബോക്സൊക്കെ. അവിടെയൊക്കെ വന്ന് കൈകാര്യം ചെയ്യുന്ന രീതികളുണ്ടല്ലോ, ഇതുവരെ വന്നവരൊക്കെ അധികം മാന്യമായ രീതിയിൽ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ചിലതൊക്കെ മാന്യമല്ലാത്തതെല്ലാം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കിടപ്പുണ്ടെന്നേ. അത് വേറെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാനല്ലേ കാണുന്നത്. നല്ല ഒന്നാന്തരം പെസഹ അവിടെ ഇങ്ങനെ ആചരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. കാരണം ഇത് ഇച്ചിരി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ വായിൽ നിന്ന് പിന്നെ വരുന്ന രീതി വേറെ ആയിരിക്കും. എഴുതുന്നതിനൊന്നും ഒരു പരിമിതി ഉണ്ടാവില്ലല്ലോ, നല്ല രീതിയിൽ എഴുതും. നമ്മൾ അടുത്ത് മൂന്നാമത് പറഞ്ഞ ഗൗരവമായ കാര്യം എന്താ? പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത്. അതിനെ അറുക്കുക എന്ന് പറഞ്ഞാൽ ഇത് പെസഹായിക്കാണ് അറുക്കുന്നത്. അപ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതോ സെയിം ഡേ തന്നെ ക്രൂശിക്കപ്പെടണം. ഈ കാര്യത്തോട് വിയോജിപ്പുള്ള ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചോദിക്കട്ടെ. ഈ പെസഹായിക്ക് ആടിനെ അറുക്കുന്ന ആ സെയിം ടൈമിൽ തന്നെ ക്രിസ്തുവിനെയും ക്രൂശിക്കണം, അറുക്കണം, കുഞ്ഞാടിനെ അറുക്കണം എന്നുള്ളതാണ് ഞാൻ ഉയർത്തിയൊരു വാദഗതി. ഞാനിപ്പോൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, എല്ലാവരും അടുപ്പക്കാരാ. ചോദ്യം ചോദിക്കുകയാണ്. പേര് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നില്ല, അല്ലാതെ തന്നെ നിങ്ങളോട് ചോദിക്കുക. പെസഹ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ വ്യാഴാഴ്ച ദിവസമാണ് പെസഹ വെച്ചിരിക്കുന്നത്. ആ പെസഹ ദിവസം തന്നെ വേണോ അതോ അടുത്ത ദിവസം വേണോ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ? ആ പഴയ നിയമ ഭാഗം മനസ്സിൽ വെച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞേ. സഹോദരങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ കേട്ടോ. ഫ്രാൻസിസ് അങ്കിൾ പറയുന്നത് പെസഹായുടെ ആടിനെ യഹൂദന്മാർ അറക്കുന്ന സമയത്ത് തന്നെ ക്രിസ്തുവിനെ അറക്കണമെന്നാണ്. നിങ്ങളെന്ത് പറയുന്നു? ബ്രദർ സെബാസ്റ്റ്യൻ ജോസഫ്, ഈ പറഞ്ഞ കാര്യത്തോടുള്ള ചിന്ത എന്താണ്? പെസഹ എന്ന് പറയുമ്പോൾ പെസഹ കുഞ്ഞാടിനെ അറക്കണം, അതാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. അപ്പോൾ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ അടുത്ത ദിവസം അറുത്താൽ മതിയോ? ക്രിസ്തു എന്ന ദൈവ കുഞ്ഞാടിനെ നെക്സ്റ്റ് ഡേ അറുത്താൽ മതിയോ? ഒരു കോമൺ സെൻസിനൊരു മറുപടിയാണ് വേണ്ടത്. അതേ ദിവസം തന്നെ അറക്കണം. അപ്പോൾ എങ്ങനെ ഇതെല്ലാം പാളിപ്പോവില്ലേ നോവി? സെയിം ഡേയിൽ അറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ദുഃഖവെള്ളിക്ക് പ്രസക്തിയുണ്ടോ? കാരണം പെസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിനെ ഇറക്കുന്നതാണ്. ആ ആടെന്ന് പറയുന്നത് ക്രിസ്തുവാണ്, ദൈവ കുഞ്ഞാടാണ്. അവിടെയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. യഹൂദൻ പെസഹ ആചരിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിലാണോ ക്രിസ്തു അറുക്കപ്പെടുന്നത്? അങ്ങനെയല്ലല്ലോ. ആ സെയിം ഡേയിൽ തന്നെയാണ് കാര്യം നടക്കേണ്ടത്. കർത്താവിൻ്റെ ക്രൂശീകരണം അവിടെ സംഭവിക്കുന്നു. തുടർന്ന് നമ്മൾ പറഞ്ഞ എന്താ? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടെത്തിയ കാര്യമാണ്. അവിടെ സാമാന്യ വേലയൊന്നും ചെയ്യാൻ പാടില്ല, വിശുദ്ധ സഭായോഗം വിളിക്കണം, വലിയ ശബത്താണ്. വലിയ ശബത്തിനോടുള്ള ബന്ധത്തിൽ അവർ സ്വസ്ഥമായിരുന്നു. ഈ വലിയ ശബത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ ശരീരം കല്ലറയിലേക്ക് മാറ്റി.
3 മണി മുതൽ 6 മണി വരെയുള്ള ആ സമയത്താണ് വേഗം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം 6 മണി കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റില്ല, ബോഡി ആ ക്രൂശിൽ തന്നെ കിടക്കേണ്ടി വരും. അങ്ങനെ വലിയ ശബത്തിൽ സ്വസ്ഥമായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയാണ് ഇവർ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ ഒരുക്കിയത്. വീണ്ടും ശബത്ത് വരികയാണ് ശനിയാഴ്ച. അത് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷം രാത്രി 12 മണി എന്നൊന്നും നമ്മൾ നമ്മുടെ നാട്ടിൽ ഒക്കെ ഉയർപ്പിക്കുന്ന രാത്രി 12 മണിക്ക് ശേഷമാണ്. യഹൂദനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവൻ്റെ ദിവസം ആരംഭിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെന്ന് പറയുന്നത് ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതലാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ. അപ്പോൾ ആ സമയം മുതൽ എപ്പോഴോ ഒരു സമയത്ത് ഉയർത്തേട്ടുണ്ട്. അവനോട് ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ദൂതൻ പറഞ്ഞത്. കാരണം ഈ കല്ലറയ്ക്കകത്ത് പോയി ആരും നോക്കിയിരിപ്പില്ലല്ലോ. അതിലേതോ ഒരു സമയത്ത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഇരുട്ടുള്ളപ്പോൾ തന്നെയാണ് മഗ്ദലനക്കാരത്തി മറിയ അവിടെ കടന്നു ചെല്ലുന്നത്. ആ സമയത്ത് ദൂതൻ പറഞ്ഞു കഴിഞ്ഞു അവനോട് ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന്. അപ്പോൾ അതിനിടയിൽ എപ്പോഴോ ഈ മറിയ ചെല്ലുന്നതിനും ഈ ശനിയാഴ്ച വൈകിട്ട് 6 മണി എന്ന് പറയുന്ന ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആരംഭിക്കുന്ന സമയത്തിനും ഇടയിൽ എപ്പോഴോ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ യോന കടലാമയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരിക്കണം എന്ന് പറഞ്ഞതുപോലെ കർത്താവ് യേശു ക്രിസ്തു 3 പകലും 3 രാവും ഭൂമിയുടെ അടിത്തട്ടിൽ ഇരുന്നു, അല്ലെങ്കിൽ ആ കല്ലറയിൽ അടക്കം ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഈ ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നാലെ ഏതെങ്കിലും വിധത്തിലൊക്കെ ചോദിക്കാം. ഉടനടി മറുപടി കിട്ടിയില്ലെങ്കിലും പിന്നാലെ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വീണ്ടും കേട്ട് നോക്കുമ്പോഴാണ് ഏതെങ്കിലും ഭാഗമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ സംശയമുള്ള ഭാഗങ്ങളൊക്കെ പിന്നീട് നമുക്ക് കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിക്കാം. നിങ്ങൾ ലേവ്യാപുസ്തകം 23-ാം അധ്യായം വായിക്കണം. ലേവ്യാപുസ്തകം 23-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഉത്സവങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, ശബത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഗ്രഹിക്കാനായിട്ട് കഴിയും. ഇനി ഈ പറയപ്പെട്ട ഒരാഴ്ച നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമാണ്. ശരിക്കും കർത്താവിനെ അപമാനിക്കുകയാണ്. തികച്ചും അശ്ലീലെന്ന് പറയാം. തികച്ചും അശ്ലീലം. ജാതികളുടെ മുമ്പിൽ ക്രൈസ്തവരെന്ന് പറഞ്ഞവർ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ മഹാമണ്ടത്തരങ്ങളല്ലേ. ക്രിസ്തു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണമെന്ന്. അത് മരക്കുരിശെടുക്കുന്ന കാര്യമാണോ പറഞ്ഞത്? കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിനും എത്രയോ മാസങ്ങൾക്ക് പിന്നിലാണ് ഈ കാര്യം പറയുന്നത്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞത് അത് മരക്കുരിശിൻ്റെ കാര്യമാണോ പറഞ്ഞത്? എന്താ ക്രൂശ് എന്നുള്ള വിഷയം പഠിച്ചു വരുമ്പോഴുള്ള ആ സമർപ്പണത്തിൻ്റെ വിഷയങ്ങളും യാഗപീഠം എന്ന വിഷയങ്ങളും അതിൻ്റെ ആഴങ്ങളൊന്നും ഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ മരക്കുരിശുമായിട്ട് പോകുന്നു. മറ്റ് മതസ്ഥരായ ആളുകൾ, എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാരൊക്കെ അല്ല നിരീശ്വരവാദികളൊക്കെ കളിയാക്കുക. അവൻ്റെ ക്രൂശിൻ്റെ അടിയിൽ ഒരു വീലൊക്കെ പിടിപ്പിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. ചുമക്കാൻ പറ്റാത്തതുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എല്ലാം അപഹാസ്യമായ രീതിയിലാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. പിന്നെ ആളുകൾ എന്താ ഈ പറഞ്ഞ് അപ്പമൊക്കെ ചുട്ട് തിന്നുന്നു. ഇത് ഏത് യഹൂദനാണ് തേങ്ങാപ്പാൽ കൊണ്ട് പാലുണ്ടാക്കി കുടിച്ചത്? തേങ്ങാപ്പാൽ കൊണ്ടുള്ള പലതരം പ്രക്രിയകളാണ്. കേരളത്തിലെ 14 ജില്ലകളിലും 14 രീതിയിലാണ് ഈ പെസഹ ആചരിക്കുന്നത് ക്രിസ്ത്യാനികൾ. കൊല്ലം ജില്ലയിൽ ചെയ്യുന്ന പോലെയല്ല പത്തനംതിട്ട ജില്ലയിൽ ചെയ്യുന്നത്, അതുപോലെയല്ല എറണാകുളം ജില്ലയിൽ ചെയ്യുന്നത്. അവിടെയല്ല ഈ അപ്പം പുഴുങ്ങുന്നതും ചുടുന്നതും ഒക്കെ ആയ രീതിക്കൊക്കെ ഭയങ്കര വ്യത്യാസങ്ങളാണ്, വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ പാല് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിലും ഒക്കെ ശർക്കരയൊക്കെ ചേർത്താണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. യഹൂദൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. യഹൂദനെങ്ങാനും നമ്മുടെ നാട്ടിൽ നസ്രാണിയുടെ വീട്ടിൽ പെസഹ ആചരിക്കാൻ വരികയാണെങ്കിൽ അവൻ എഴുന്നേറ്റിട്ട് പുറം കാലം കൊണ്ട് എല്ലാം ചവിട്ടി തെറിപ്പിച്ച് കളയും. എന്നിട്ട് ചോദിക്കും, ഇങ്ങനെ യഹോവയായ ദൈവത്തെ അവമാനിക്കാൻ കൊള്ളാമെന്ന് ചോദിക്കും. നിങ്ങൾ ഞങ്ങളുടെ രീതിയിലാണ് പെസഹ ആചരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ആചരിക്കേ, അല്ല അതിന് ആത്മീയ അർത്ഥം എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്ക്. ഇത് രണ്ടുമല്ലാത്ത കുഴഞ്ഞ മറിഞ്ഞ നസറാണി. നിന്നോടാ പറയുന്ന മാനസാന്തരപ്പെട്ടോളാൻ. അധികം കമൻ്റായിട്ടൊന്നും വരണ്ട, പച്ചയ്ക്ക് പറയാം മാനസാന്തരപ്പെട്ടോളാൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കാഹളത്തിന് കാതോർത്തിരിക്കുക. ഈ കാണുന്ന ഭൂമി ഈ ആകാശം പഴകിയ വസ്ത്രം പോലെ ചുരുട്ടിക്കളയുന്ന ദിവസം വരുന്നു. കാഹളം ധരിക്കാൻ കാലമായി. മനുഷ്യപുത്രൻ വാനിൽ വെളിപ്പെടാൻ സമയമായി. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ വേഗം വരുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് റവന്യൂ വരുമാനം കൂട്ടിക്കൊടുക്കുന്ന നസ്രാണികളെയെല്ലാം
കൊണ്ടുപോകാനല്ല യേശുക്രിസ്തു വരുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കുന്ന വിശുദ്ധന്മാരെ കൊണ്ടുപോകാനാണ്. എന്താ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം? ക്രിസ്ത്യാനിക്ക് വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ഇവരാരെങ്കിലും ആചരിക്കുന്നുണ്ടോ? നമ്മുടെ ഓർത്തഡോക്സുകാരും നമ്മുടെ കത്തോലിക്കരൊക്കെ ഉണ്ടല്ലോ, അവർ പെസഹ ആചരിക്കുന്നുണ്ട്. അതെന്താ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കാത്തത്? അല്ലേ? നിങ്ങളൊക്കെ ഇത് അറിയാവുന്ന ആൾക്കാരല്ലേ? ഇവരെല്ലാം പെസഹ ആചരിക്കുന്നുണ്ട്. അതെന്താ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കാത്തത്? അതിൻ്റെ ചട്ടവും പ്രമാണവും എന്താ? അതിൻ്റെ 1-ാം ദിവസം തന്നെ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. സാമാന്യ വേല ഒന്നും ചെയ്യാൻ പാടില്ല, എല്ലാം അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. പിന്നെ അത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നോണ്ടിരിക്കണം. 7 ദിവസം. 7-ാം ദിവസം വീണ്ടും വിശുദ്ധ സഭായോഗം കൂടണം. ആവി മാസം 21-ാം തീയതി. അങ്ങനെ അന്നും സാമാന്യ വേല ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പെരുന്നാൾ വരിക, ആദിപലക്കറ്റയുടെ പെരുന്നാൾ. പാടത്ത് വിളഞ്ഞു കിടക്കുന്ന നെൽക്കതിരോ എന്തെങ്കിലും കൊയ്തുകൊണ്ട് വന്ന് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് നീരാജനം ചെയ്യിപ്പിക്കണം. ആദ്യപല പെരുന്നാളെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. ചേനയും ചേമ്പും ഒക്കെ ആയിട്ട് എല്ലാവരും വരുന്ന കാര്യമൊക്കെ അറിയാം. ചേനയും ചേമ്പൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ആദ്യപല കറ്റ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാ. ഇതിൻ്റെ ഒന്നും അർത്ഥങ്ങളും ഗൗരവങ്ങളും ഉൾക്കൊള്ളാതെ ഈ മതമണ്ഡലത്തിൽ ജനത്തെ ബന്ധനസ്ഥനാക്കിയിട്ടിരിക്കുകയാണ് ഈ പൗരോഹിത്യ വൃന്ദങ്ങളെല്ലാം. ജനത്തെ ബന്ധനസ്ഥരാക്കിയിട്ടിരിക്കുകയാണ്. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ഓതി കൊടുത്തത് ഈ ജനത്തിൻ്റെ തലയ്ക്കകത്ത് ഇരിക്കുക. പെസഹയോടുള്ള ബന്ധത്തിൽ നിങ്ങളെന്താ ആടിനെ ഇറക്കാത്തെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ? അത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടല്ലോ, അതാ അതിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളോ? ബാക്കി ഞങ്ങൾ അപ്പമൊക്കെ ചുട്ട് തിന്നും. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അടുത്ത ദിവസം വെള്ളിയാഴ്ചത്തേക്ക് വെക്കുന്നത് എന്തിനാ? ഈ വ്യാഴാഴ്ച തന്നെ കർത്താവിനെ ക്രൂശിക്കാൻ മേലെന്ന് ചോദിച്ചാൽ കൈ മലത്തുള്ളൂ പാവങ്ങൾ. ഒന്നും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. 15-20 കൊല്ലമൊക്കെയാണ് മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ പഠിക്കുന്നതെന്നാണ് പറഞ്ഞത്. 15 25 എത്ര കൊല്ലം പഠിച്ചെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും തുറന്നു വരുന്നില്ലല്ലോ. ഇന്നും ഡ്രാമകൾ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഡ്രാമകൾ നടത്തിക്കൊണ്ട്. ഇതിനൊക്കെ അവർ പറയുന്ന മറുപടി എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ ക്രൂശുമരണം അത് ആഘോഷിക്കുന്ന തെറ്റാണോ? ആ ക്രൂശുമരണം വർഷത്തിലൊരിക്കൽ ഓർക്കണ്ടേന്ന്. അതിനൊന്നും വാക്യങ്ങളില്ല സ്നേഹിത, അതിനൊന്നും വാക്യങ്ങളില്ല. കർത്താവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ 2 കാര്യമാണ് ഓർക്കാനുള്ളത്. ഒന്ന്, സ്നാനത്തിൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് നാം പങ്കാളിത്തം വഹിക്കുകയാണ്, ഏകീഭവിക്കുകയാണ്. 2-ാമത്തെ കാര്യം, തിരുമേശ മുമ്പിൽ വരുമ്പോൾ കർത്താവിൻ്റെ ക്രൂശുമരണം അത് നേരത്തെ സംഭവിച്ച കാര്യമാണ്. ആ സംഭവിച്ച കാര്യം എൻ്റെ സ്മരണയിലേക്ക് വരികയാണ്, എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അതൊരു ഓർമ്മയാചരണമാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ഓർമ്മ അതെൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ആ കാര്യത്തിന് വേണ്ടിയാണ് തിരുമേശയുടെ മുമ്പാകെ വരുന്നത്. അല്ലാതെ അത് കഴിഞ്ഞിട്ട് വർഷത്തിലൊരിക്കൽ കർത്താവിനെ ക്രൂശിക്കാനും അടക്കാനൊന്നും വചനമില്ലെന്നേ. അതിനൊന്നും വചനമില്ല. ഞങ്ങൾ സീരിയസ് ആയൊരു വാക്യം വായിച്ചു കേൾപ്പിച്ച് അവസാനിപ്പിക്കുക. റോമാലേഖനം 8:34. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്തു. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചവൻ, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. അവൻ ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു എന്നാണ് വായിച്ചത്. തേജസ്സിൻ്റെ ക്രിസ്തു അവൻ മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് കടന്നിരിക്കുന്നു. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, മരണത്തിൻ്റെ വിഷപ്പല്ലുകളെ തകർത്തുകൊണ്ട് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ജയാളിയായി പിതാവിൻ്റെ വലഭാഗത്ത് ഇന്ന് പക്ഷപാതം ചെയ്യുകയാണ് മഹാപുരോഹിതൻ എന്ന നിലയിൽ. ആ ക്രിസ്തുവിനെയാണ് ഇവർ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി അടക്കിയത്. വീണ്ടും അടക്കുകയാണ്, വീണ്ടും അടക്കുകയാണ്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതിനെന്തെങ്കിലും വചനമുണ്ടോ? വചനത്തിൻ്റെ പിൻബലമുണ്ടോ? ഇന്ന് കർത്താവ് തന്നെ സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ തേജസ്സിൽ പരിലസിക്കുകയാണ്, അവൻ മഹിമയിൽ വാഴുകയാണ്. അങ്ങനെ മഹിമയിൽ വാഴുന്ന ഒരാളെ പിന്നെ അടക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് തന്നെ നമുക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ തിരുമേശയുടെ മുമ്പാകെ വരുമ്പോൾ എൻ്റെ മരണപുനരുദ്ധാനങ്ങളെയാണ് സ്മരിക്കുന്നതെന്ന്. നിങ്ങളിത് കുടിക്കുമ്പോഴും നിങ്ങളിത് ഭക്ഷിക്കുമ്പോഴും എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതായത് നമ്മളിങ്ങനെ ഈ കർത്തൃമേശയിലേക്ക് വരാൻ കാരണമായതിൻ്റെ കാരണം എന്താ? കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും വഹിച്ചുകൊണ്ട് നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തുകൊണ്ട് അവൻ കാൽവറിയിൽ ഒരു ബലിയായി തീർന്നു. അവൻ മരണം ആസ്വദിച്ചു,
അവൻ മരണത്തിൻ്റെ ഇടത്തിലേക്ക് കടന്നുപോയി. ഈ കാരണങ്ങളാലാണ് നമുക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ഈ മേശയുടെ ഭാഗമാകുവാനും കഴിഞ്ഞത്. അവിടെ ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. ക്രിസ്തു യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു ശിക്ഷാവിധി അനുഭവിച്ചു എന്നുള്ള കാര്യമാണ് ആ മരണം പ്രസ്താവിക്കുന്നത്. ആ മരണം എന്താ പ്രസ്താവിക്കുന്നത്? മുഴുവൻ മാനവലോകവും പാപത്തിലാണെന്നാണ് അത് പ്രസ്താവിക്കുന്നത്. ക്രിസ്തു മരിച്ചെന്നുള്ള പ്രഖ്യാപനം എന്താ വെളിപ്പെടുത്തുന്നത്? മാനവലോകം പാപത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. ആ പാപത്തിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയിട്ടാണ് അവൻ ആ ശിക്ഷാവിധി ഏറ്റെടുത്തത്, മരണം ആസ്വദിച്ചത്. അങ്ങനെ അവൻ മരണത്തെ അതിജീവിച്ചിരിക്കുന്നു. ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് മധ്യസ്ഥ അണയ്ക്കുകയാണ്, മഹിമയിൽ വാഴുകയാണ്. ആ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഗ്രഹിക്കാൻ ദൈവകൃപ കൂടിയേ തീരൂ. ബുദ്ധിയിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ദേഷ്യം വരാം. അങ്ങനെ ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മുൻവിധികളില്ലാതെ തികഞ്ഞ ദൈവസ്നേഹത്തിൽ, ദൈവസന്നിധിയിൽ ഒരു അന്വേഷണ ബുദ്ധിയോടുകൂടി, ഒരു സത്യാന്വേഷണത്തോടുകൂടി നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായും പരിശുദ്ധ റൂഹ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും, ഈ കാര്യങ്ങളെ ധരിപ്പിച്ചിരിക്കും. ക്രൂശീകരണത്തിൻ്റെ ആഴങ്ങൾ, ക്രിസ്തുവിൻ്റെ മരണപുനരുദ്ധാനത്തിൻ്റെ ഗൗരവം, തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള ജനനവും മരണവും അടക്കവും ഇത്യാദി കാര്യങ്ങളുടെ എല്ലാം ആഴം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തുറന്നു തരും. അങ്ങനെ വചനം ഗ്രഹിച്ചുകൊണ്ട് ആ വചനപ്രകാരം വചനത്തിന് മുമ്പാകെ സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു ദൈവവൈതൽ എന്ന നിലയിൽ ദൈവരാജ്യത്തിലെ ആ ഒരു ജീവിതത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.